Okay, so next chapter, നമ്മൾ already cost of capital അതെടുത്തു അല്ലെ. സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കണക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക് തന്നെയായിരുന്നു. ഡിവിഡൻഡ് ഡിസിഷൻ വരുമ്പോൾ കുറച്ച് കുറവായിരുന്നു അല്ലെ, പഠിക്കാൻ കുറച്ച് കണക്ഷൻ ഉണ്ടായിരുന്നു. ഇനി ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ തന്നെ നെക്സ്റ്റ് ഫർദർ ടൈപ്പിലാണ് പോകുന്ന ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ്. ഓക്കെ, നമ്മള് പഠിച്ചിട്ടുണ്ട് ഫിനാൻസിങ് ഡിസിഷൻസ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്, ഡിവിഡൻഡ് ഡിസിഷൻ, അങ്ങനെ 3 ഡിസിഷൻസ് ഉള്ളത്. അപ്പൊ അതില് ഫിനാൻസിങ് ഡിസിഷൻസിൽ വരുന്ന പോർഷൻ ആണ് ഈ പറഞ്ഞ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, പിന്നെ ലിവറേജ്. ഓക്കെ, അതായത് നമ്മൾ ചാപ്റ്റർ നമ്പർ 4, 5, 6 അടുപ്പിച്ചിട്ടുള്ള 4, 5, 6. ഓക്കെ, സോ അതൊക്കെ ഡീൽ ചെയ്യുന്നത് എന്താ, ഫിനാൻസിങ് ഡിസിഷൻ ആണ് അല്ലെ. സോ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഫണ്ട് റേസിംഗിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ അല്ലേ. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്ത് ഉള്ള പോയിന്റ് ആണ്. അതേപോലെ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, സോ ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിൽ ഫിനാൻസിങ് ഡിസിഷനിൽ ഫസ്റ്റ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താന്ന് പറഞ്ഞു അല്ലെ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മീൻസ് ദ മിനിമം എക്സ്പെക്ടഡ് റിട്ടേൺ ബൈ ദ ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, സോ അത് നമ്മൾ വാക്ക് കണ്ടുപിടിക്കാൻ അല്ലെ, വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയെന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ കണക്ഷൻ ഉണ്ട്, നോക്കാം കേട്ടോ. സോ ഫസ്റ്റ് ഹെഡിങ് നോക്കുക, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ. ഓക്കെ, സോ ചാപ്റ്ററിന്റെ പേര് തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നാണ്. സോ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, നമുക്കിപ്പോ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഓക്കെ, സോ ഒരു ക്യാപിറ്റൽ ആവശ്യമുണ്ട്. ഓക്കെ, സോ മേ ബി അത് ഒരു 10 lakh റുപ്പീസിന്റെ ക്യാപിറ്റൽ ആവശ്യമുണ്ട്. വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഇക്വിറ്റി ഡിസൈഡ് ചെയ്യാം അല്ലെ, കംപ്ലീറ്റ് ഇക്വിറ്റി എടുക്കാം. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഇക്വിറ്റി എടുക്കുന്നതിന് പകരം ജസ്റ്റ് ഒരു 50% ഇക്വിറ്റി, 50% ഡെപ്റ്റ് അങ്ങനെ എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രൊപ്പോസൽ എടുക്കാം അല്ലെ, 50 വേണ്ട 90%, 10% ആയിക്കോട്ടെ, അങ്ങനെ എടുക്കണം, അങ്ങനെ എടുക്കാം. അതേപോലെ കുറച്ച് പ്രിഫറൻസ് കൊണ്ടുവരണമെങ്കിൽ പ്രിഫറൻസ് കൊണ്ടുവരാം. ഓക്കെ, സോ പ്രിഫറൻസ് കൊണ്ടുവരണമെങ്കിൽ പ്രിഫറൻസ് കൊണ്ടുവരാം. ഓക്കെ, ഇറ്റ്സ് ഓൾ അവർ ചോയ്സ്. ഓക്കെ, അപ്പൊ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ക്യാപിറ്റൽസ് ഫ്രം ഡിഫറെന്റ് സോഴ്സ് ഓഫ് ഫിനാൻസ്. ക്ലിയർ അല്ലേ. ഓക്കെ, സോ വേറെ വേറെ സോഴ്സ് ഓഫ് ഫിനാൻസിന് നമ്മൾ എന്ത് ചെയ്യണം, പല ക്യാപിറ്റൽ കൊണ്ടുവരാണ്. ഓക്കെ, സോ നമുക്കറിയാം ഇത് ഓരോന്നിന്റെയും കോസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അല്ലെ. യെസ്, കെ ഇ വിൽ ബി ഡിഫറെന്റ്, കെ ഡി വിൽ ബി ഡിഫറെന്റ്, കെ പി വിൽ ബി ഡിഫറെന്റ്. സോ അതൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ ക്യാപിറ്റൽ കൺസിസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ലോങ് ടേം ഡെപ്റ്റ്, ഇതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് ഉണ്ടാവുക. അപ്പോ ദ സോഴ്സ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ, അതായത് നമ്മൾ എത്ര ക്യാപിറ്റൽ കൊണ്ടുവരണം, ഓക്കെ, അല്ലെങ്കിൽ ഏത് സോഴ്സ് നിന്ന് എടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 3 ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, സോ ദ 3 ഫാക്ടേഴ്സ് ആർ കൺട്രോൾ, റിസ്ക് ആൻഡ് കോസ്റ്റ്. ഓക്കെ അല്ലേ. യെസ്, സോ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പുതിയതായിട്ട് ഷെയർസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് കുറച്ച് പേര് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്കെ, സോ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ മെജോറിറ്റി ആവാണ്ട് നോക്കണം. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കണം എന്ത് മെജോറിറ്റി ആയിട്ടുള്ള സ്റ്റേക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് കൊടുക്കുന്നത്, നെക്സ്റ്റ് മീൻസ് റൈറ്റ് ഷെയർസ് ഒക്കെ കൊടുക്കുക, അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അല്ലെ. സോ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫസ്റ്റ് പ്രിഫറൻസ് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുക. സോ ആ ഒരു കാര്യം. രണ്ടാമത്തെ റിസ്ക്. ഓക്കെ, സോ ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് ബി ഡിസൈൻഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ദ ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് എ കമ്പനി ഡസ് നോട്ട് ഇൻക്രീസ് ബിയോണ്ട് എ ടോളറബിൾ ലിമിറ്റ്. ഓക്കെ, സോ നമ്മൾ ഈ റിസ്ക് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഫിനാൻഷ്യൽ റിസ്ക്, ബിസിനസ് റിസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞത് എന്തായിരുന്നു, നമ്മളെ ഫിക്സ്ഡ് കോസ്റ്റ് അല്ലേ, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിക്സ്ഡ് കോസ്റ്റ്, ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, പ്രിഫറൻസ് ഡിവിഡൻഡ് ആയിക്കോട്ടെ, അത് ഉണ്ടാക്കുന്ന ഒരു റിസ്കിനെയാണ് നമുക്ക് എന്താ പറയാ, ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയാം അല്ലെ. നമ്മള് ഓപ്പറേറ്റിംഗ് ഫിക്സ്ഡ് കോസ്റ്റ് കാരണം ഉണ്ടാകുന്ന റിസ്കിന് ബിസിനസ് റിസ്ക് പറഞ്ഞു. അവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഓക്കെ, ഫിനാൻഷ്യൽ ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നതാണ് ഫിനാൻഷ്യൽ റിസ്ക്, അത് കാരണമാണ് ഫിനാൻഷ്യൽ ലിവറേജ് വരുന്നത് അല്ലെ. നെക്സ്റ്റ് കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിമെയിൻസ് മിനിമം. അപ്പൊ നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളെ വാറ്റ് എന്തായിരിക്കണം, കുറവാണ് അല്ലെ. നമ്മൾ ഓവറോൾ ആയിട്ട് ആ കമ്പനിയുടെ കോസ്റ്റ് കുറവാണെങ്കിൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും, മാക്സിമം കൂട്ടാൻ നോക്കും. ഓക്കെ, സോ ആഫ്റ്റർ ഓൾ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ടു മാക്സിമൈസ് വെൽത്ത് അല്ലെ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ള ഒരു റോൾ ഉണ്ട്. സെയിം ടൈമില് നമുക്ക് എന്ത് വേണം, വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് കൂടെ ഉണ്ട്. അപ്പൊ മേജർ ഒബ്ജക്റ്റീവ് എന്താ? Yes, it is wealth maximization.
ഓക്കെ. അപ്പോൾ ഒരാള് ക്യാപിറ്റൽ സ്ട്രക്ചർ ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇറ്റ് ഷുഡ് മാക്സിമൈസ് ദ വെൽത്ത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് എന്താ പറയാ അനാലിസിസ് ആണ് ഇവിടെ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ട് ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ്. ഒന്ന് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്, ഓക്കെ, റെലവൻസ് തിയറി, ഇറലവൻസ് തിയറി, അതൊരു കാറ്റഗറി. രണ്ടാമത്തത് നമുക്ക് ഈ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിന് വേണ്ടിയിട്ട് വേണ്ടി വരുന്ന കുറച്ച് പ്രോപ്പർ അനാലിസിസ് ആണ്. അത് 3 അനാലിസിസ് ഉള്ളു. അപ്പൊ 3 അനാലിസിസ് പഠിച്ചു കഴിഞ്ഞാൽ അതും തീർന്നു. സോ ഇങ്ങനെ പഠിക്കാൻ മുമ്പ് നോക്കുമ്പോൾ ചാപ്റ്ററിൽ ഇത്രേ ഉള്ളൂ അല്ലെ. ഇത് 3 അനാലിസിസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് EBIT, EPS, MPS അനാലിസിസ്, പിന്നെ FBP, ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ്, പിന്നെ ഇൻഡിഫറൻസ് പോയിന്റ്. ഈ 3 അവിടെ അത് തീർന്നു. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയിൽ നമുക്ക് ഒരു 3-4 പഠിക്കാനുണ്ട് അല്ലെ. നെറ്റ് ഇൻകം, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം, ഇത് രണ്ടിനെയും കോമ്പിനേഷൻ, ട്രഡീഷണൽ അപ്രോച്ച്, പിന്നെ MM അപ്രോച്ച് വിത്ത് ടാക്സ് ആൻഡ് വിതൗട്ട് ടാക്സ്. ഇതാണ് ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള മേജർ ഒരു 90% കണ്ടന്റ് അല്ലെ 95% കണ്ടന്റ് ഇതാകുന്നത്. പിന്നെ കുറച്ച് തിയറി പോയിന്റ്സ് ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ. സോ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കാൻ വേണ്ടി നമ്മൾ ആദ്യത്തെ നോക്കുന്നതാണ് EBIT, EPS, MPS അനാലിസിസ്. അപ്പൊ ഫസ്റ്റ് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവാം. എന്താന്ന് വെച്ചാൽ നമ്മള് ലിസ്റ്റ് ഔട്ട് ചെയ്യും അല്ലെ. EBIT ആദ്യം എഴുതും അല്ലെ. ഇൻകം സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. നമ്മൾ ആദ്യം സെയിൽസ് ചെയ്തിട്ട് വേരിയബിൾ കോസ്റ്റ് കുറച്ചു, കോൺട്രിബ്യൂഷൻ കിട്ടി, കോൺട്രിബ്യൂഷന് ഫിക്സഡ് കോസ്റ്റ് കുറച്ച് അല്ലെ. EBIT കിട്ടി. യെസ്. സോ EBIT ഇൻട്രസ്റ്റ് കുറക്കും. ഓക്കെ. സോ ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ EBT. ക്ലിയർ അല്ലേ? യെസ്. സോ EBT ടാക്സ് കുറച്ച്, പിന്നെ പ്രിഫറൻസ് ഡിവിഡൻഡ് കുറച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള പോർഷൻ ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെ. സോ EAES കിട്ടി. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാനുള്ള ഫണ്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് അടിച്ചു കഴിഞ്ഞാൽ EPS കിട്ടും. ഇങ്ങനെയല്ലേ പഠിച്ചേ? ഓർമ്മയുണ്ടല്ലോ? യെസ്. അതൊരു ഡൗട്ട് ഇല്ലല്ലോ? എല്ലാവർക്കും അറിയില്ലേ? എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുക? അപ്പൊ നമ്മൾ ഇവിടെ ഈ ചാപ്റ്ററിൽ ഇവിടെ എന്ത് ഡിസ്കസ് ചെയ്യുന്നില്ല, നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ സെയിൽസ് തുടങ്ങേണ്ട ആവശ്യമില്ല. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് ഫിക്സ്ഡ് കോസ്റ്റ് അതിലോട്ട് വേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഇപ്പൊ പ്ലാൻ A ആയിരിക്കാം, പ്ലാൻ B ആയിരിക്കാം, C ആയിരിക്കാം. ഓക്കെ, വാട്ട് എവർ ബി ദ പ്ലാൻ നോക്ക് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ആ കമ്പനിയുടെ ഉദ്ദേശം തന്നെ ടോട്ടൽ ഒരു 10 ലക്ഷം കൊണ്ട് ബിസിനസ് നടത്താന്നുള്ളതാണ്. ഈ 10 ലക്ഷം ഫുൾ ഇക്വിറ്റി വേണോ, കുറച്ച് ഇക്വിറ്റി പ്രിഫറൻസ് അല്ലെങ്കിൽ ഇക്വിറ്റി ഡെപ്റ്റ് വേണോ, അല്ല മൂന്നും കൂടി വേണോ, അങ്ങനെ ഒരു ഡിസിഷൻ അത് പിന്നിട്ട കാര്യമാണ്. അപ്പൊ ആഫ്റ്റർ ഓൾ മനസ്സിലാക്കാം, മൊത്തത്തിൽ ബിസിനസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 10 ലക്ഷമാണ് അല്ലെ. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ ഒരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10% റിട്ടേൺ കിട്ടുവാണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പൊ നിങ്ങൾ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടണം? യെസ്, 1 ലക്ഷം രൂപ കിട്ടണം. അപ്പൊ ഈ 10 ലക്ഷം നിങ്ങൾ എവിടുന്ന് കൊണ്ടുവന്നു എന്നുള്ളത് മാറ്റർ അല്ല അല്ലെ. ഫസ്റ്റ് പോയിന്റ് നമുക്ക് 10 ലക്ഷത്തില് ഓക്കെ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റിലും ഒരു മാറ്റം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ച് കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് കുറച്ച് ലാസ്റ്റ് EBIT എത്തി അല്ലെ. അപ്പൊ EBIT വരെ നിങ്ങൾ ഏത് പ്ലാൻ എടുത്താലും ഇവിടെ എന്തില്ല, മാറ്റമില്ല. ഓക്കെ. സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദ സെയിം EBIT. ഓക്കെ അല്ലെ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് എടുക്കുക. കാരണം അവിടെ മുതലാണ് ചേഞ്ച് വരുന്നത്. അപ്പൊ പ്ലാൻ എയിൽ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, പ്ലാൻ ബിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഇവിടെയും കുറച്ചുണ്ടാവും. ഓക്കെ. സോ EBIT മൈനസ് ഇൻട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് EBT, ഏർണിംഗ്സ് ബിഫോർ ടാക്സ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് കുറക്കും. റൈറ്റ്. സോ ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടി. ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് എന്നാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് പ്രിഫറൻസ് ഡിവിഡൻഡ് എടുക്കുക. സോ ഇതും ഈ പ്ലാൻ ബിയിലോ സിയിലോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. സോ ഈ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന പോർഷൻ നമുക്ക് EAES എന്ന് പറയാം. ദിസ് ഈസ് ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഏർണിംഗ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് എന്താണെന്ന് വെച്ചാൽ EAES അല്ലെ. അപ്പൊ നമുക്കിപ്പോ EPS കാണണം. EPS കാണണമെങ്കിലുള്ള സ്റ്റെപ്പ് എന്താ? EAES ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ക്ലിയർ അല്ലെ? യെസ്. ഈ പറഞ്ഞ EPSലെ കുറച്ച് പോർഷൻ ആണ് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുക അല്ലെ. യെസ്. നോക്ക്, ഈ പറഞ്ഞ EAES വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഡിവിഡൻഡ് കൊടുത്ത് ബാക്കിയായിരിക്കും റീറ്റെയിൻ ഏർണിംഗ്സ് വരും. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ ഇക്വിറ്റി ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് റീറ്റെയിൻ ഏർണിംഗ്സ് വരാം. അപ്പൊ ഞാൻ എങ്ങനെ EPS കണ്ടുപിടിക്കുക? EAES ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് അല്ലെ. DPS വെച്ച് കഴിഞ്ഞാൽ ഡിവിഡൻഡ് ടോട്ടൽ ഇക്വിറ്റി ഡിവിഡൻഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്, അങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പോ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം EBIT, EPS, MPS അനാലിസിസിൽ എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ EBIT സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് എന്താ പറയാ EBIT. ഓക്കെ. സോ സെയിം EBIT എല്ലാ പ്ലാനിലും സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് EPS ഫോർ ഈച്ച് ഓഫ് ദ പ്ലാൻ. പ്ലാൻ A, പ്ലാൻ B, പ്ലാൻ C അങ്ങനെയുള്ള 3 പ്ലാനിലും ഞാൻ എന്ത് കണ്ടുപിടിക്കുന്നു? EPS കണ്ടുപിടിക്കുന്നു.
ഓക്കെ. സോ EPS കണ്ടുപിടിച്ചിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഫൈൻഡിങ് MPS അല്ലെ, മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. EPS ഉം MPS ഉം കണക്ഷൻ ഉണ്ട്, നമ്മളത് ഓൾറെഡി പഠിച്ച അല്ലടാ. EPS ഈക്വൽ ടു എങ്ങനെയാ, MPS ഈക്വൽ ടു EPS ഇൻറ്റു PE റേഷ്യോ അല്ലെ. PE റേഷ്യോ പഠിച്ചിട്ടല്ലേ, പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ അല്ലെ. സോ PE റേഷ്യോ ഇസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഏർണിംഗ്സ് പ്രൈസ് EPS ആണ് അല്ലെ. MPS ബൈ EPS അല്ലേ PE റേഷ്യോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ EPS ഇൻറ്റു PE റേഷ്യോ അടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, MPS കിട്ടും. സെറ്റ് ആണോ? ഓക്കെ. സോ EPS ഇൻറ്റു PE റേഷ്യോ ഈക്വൽ ടു MPS കിട്ടി. അപ്പൊ നമ്മൾ ഈ 3 പ്ലാനിലെയും PE റേഷ്യോ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്തു പോവാണ്. അപ്പൊ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് ഏതിലാണോ ഏറ്റവും കൂടുതൽ MPS കിട്ടുക, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഏതിലാണോ വരുന്നത്, സോ ദാറ്റ് ദ മാർക്കറ്റ് വാല്യൂ ഓൾസോ വിൽ ബി മോർ എന്ന രീതിയിൽ എടുക്കുകയാണ്. സോ മാർക്കറ്റ് പ്രൈസ് കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ അല്ലെ. സോ പെർ ഷെയർ മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യണം, കൂട്ടണം. സെറ്റ് ആണോ? ഓക്കെ. അപ്പൊ നിങ്ങൾ EB ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു, ഇൻട്രസ്റ്റ് കുറച്ച് ബാക്കി EPS വരെ എത്തിച്ചു. EPS കണ്ടുപിടിച്ചതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് മൾട്ടിപ്ലൈ വിത്ത് PE റേഷ്യോ. എടാ PE റേഷ്യോ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഞാൻ പറഞ്ഞു എന്തായിരുന്നു, ഇറ്റ് ഈസ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡ് ബൈ EPS ആണ്, അല്ലെങ്കിൽ നമുക്ക് P0 ഡിവൈഡ് ബൈ EPS എന്ന് പറഞ്ഞൂടെ. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ഇതും പറഞ്ഞതായിരുന്നു, അതായത് ചില സമയത്ത് ഇവര് നമുക്ക് KE ആവശ്യമുള്ള സമയത്ത് ഇവര് KE എന്ന പേരിൽ തന്നെ തരണമെന്നില്ല. അപ്പോ ഇവര് PE റേഷ്യോ ആണ് തന്നതെങ്കിൽ മനസ്സിലാക്കുക, PE റേഷ്യോന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, എടാ PE റേഷ്യോ എന്താ, പ്രൈസ് ഡിവൈഡ് ബൈ EPS ആണ് അല്ലെ. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് EPS ഡിവൈഡ് ബൈ P0 കിട്ടും. ഇത് ഏർണിംഗ്സ് പ്രൈസ് അപ്രോച്ച് അനുസരിച്ച് കെയുടെ ഇക്വേഷൻ ആണ്. അപ്പൊ അങ്ങനെ എടുക്കാം, നിങ്ങൾക്ക് ഒന്നെങ്കിൽ EPS ഇൻറ്റു PE റേഷ്യോ എടുക്കാം, അല്ലെങ്കിൽ EPS ഡിവൈഡ് ബൈ KE എടുക്കാം. ഓക്കെ, യെസ്, സെറ്റ് അല്ലേ. ഇപ്പോ എല്ലാത്തിനും PE റേഷ്യോ സെയിം ആണെങ്കിൽ, ഇപ്പൊ 3 പ്ലാൻ അനുസരിച്ച് നോക്കുമ്പോൾ PE റേഷ്യോ സെയിം ആണെങ്കിൽ നമുക്ക് ഏറ്റവും EPS കൂടുതലുള്ളത് തന്നെ നോക്കിയാൽ മതി. കാരണം EPS ഏറ്റവും കൂടുതൽ ഏതിനാണോ അതിലായിരിക്കും MPS കൂടുതൽ. അതിന് പിന്നെ ഫർദർ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ അല്ലേ? യെസ്, ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഒരു സബ് ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാറുണ്ട്, വെദർ ദ കമ്പനി ഈസ് ഹാവിംഗ് ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലും സ്കാനർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവാം. ഓക്കെ, സോ ഫിനാൻഷ്യൽ ലിവറേജ് ഫേവറബിൾ ആണോ എന്ന് ചോദിക്കാം. ഓക്കെ, സോ ഫിനാൻഷ്യൽ ലിവറേജ് ഫേവറബിൾ ആണോ എന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് ഉണ്ടല്ലോ, അതാണ് ഇഫ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ അസെറ്റ്, okay, rate of return on asset is higher than the cost of financing, then increasing use of fixed cost will result in increase in EPS. Okay, the point is, നോക്കുക, നിങ്ങൾക്കിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് ഞാനിപ്പോ 1 ലക്ഷം രൂപ കടം വാങ്ങിക്കാം. ഓക്കെ, അപ്പൊ ആ 1 ലക്ഷം കടം വാങ്ങിക്കുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന ഒരു ചെലവുണ്ടല്ലോ, കോസ്റ്റ്, അതൊരു 10,000 ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ മേ ബി ഇത് പ്രിഫറൻസ് ഷെയർ ആവാം, ഡിബെഞ്ചർ ആവാം, ലോൺ ആവാം, വാട്ട് എവർ. ഞാൻ 1 ലക്ഷം രൂപ ഫിനാൻസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 10,000 റുപ്പീസിന്റെ ചെലവുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇവിടെ കമ്പനിയിൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഓഫ് അസറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം റിട്ടേൺ ഓഫ് അസറ്റോ, അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യനിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എടുത്താലും മതി. ഓക്കെ, സോ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡോ റിട്ടേൺ ഓൺ അസറ്റോ അതൊക്കെ നോക്കുമ്പോ, ഓക്കെ, സോ നിങ്ങൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എന്താ പറയാ, ഒരു ബിസിനസ്സിലോട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ഉണ്ടല്ലോ. യെസ്, അപ്പൊ ആ ക്യാപിറ്റൽ മൊത്തത്തിൽ നോക്കുമ്പോ മൊത്തത്തിലുള്ള ഈ ഒരു 10 lakh റുപ്പീസ് ഒക്കെ മൊത്തത്തിൽ ഇടുമ്പോൾ എത്രയാണ് നമുക്ക് റിട്ടേൺ വരുന്നത് നോക്കും. ഓക്കെ, സോ അത് ഈ 10,000-നേക്കാളും കൂടുതലാണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ. മനസ്സിലായോ? അതായത് നിങ്ങൾ ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അവസാനം നമുക്കൊരു EBIT കിട്ടൂലേ? ആ EBIT, അതായത് നിങ്ങൾ എക്സ്ട്രാ ഇടുന്ന 1 lakh റുപ്പീസ്, നോക്ക്, ഞാൻ കടം വാങ്ങിക്കണം 1 lakh, ആ 1 lakh റുപ്പീസ് എക്സ്ട്രാ ഉണ്ട്, അതിന് എനിക്ക് 10,000 കൊടുക്കണം. സോ എക്സ്ട്രാ ഞാൻ വാങ്ങിക്കുന്ന ഈ 1 ലക്ഷത്തില് എനിക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 11,000 ഒക്കെ EBIT ഉണ്ടാക്കാൻ പറ്റിയെന്ന് വിചാരിച്ചോ. ദാറ്റ് മീൻസ് റിട്ടേൺ ഈസ്, അല്ലെ, ഈ 1 ലക്ഷത്തിന് മുകളിലുള്ള റിട്ടേൺ കൂടുതലാണോ, 11,000 വരുന്നത്. മനസ്സിലായോ? നമുക്ക്
KD-നേക്കാളും എന്താണ് കോസ്റ്റ് ഓഫ് ഡിബെഞ്ചറോ കോസ്റ്റ് ഓഫ് പ്രിഫറൻസിനേക്കാളും കൂടുതൽ എന്തുണ്ട് റിട്ടേൺ ഓൺ അസറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ ഇത് ബെനിഫിഷ്യൽ സിറ്റുവേഷൻ അല്ലേ നോക്ക് അല്ലെ ഞാൻ അഡീഷണൽ ആയിട്ട് 1 ലക്ഷം വാങ്ങിയപ്പോ എനിക്ക് 11,000 EBIT കയറി അപ്പൊ പിന്നെ ഇൻട്രസ്റ്റ് ഒരു 10,000 കൊടുത്താലും കുഴപ്പമില്ല ബാക്കി 1,000 സ്റ്റിൽ എക്സ്ട്രാ അല്ലേ ക്ലിയർ ആണോ പോയിന്റ് മനസ്സിലായില്ലേ അപ്പൊ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു 1,000 രൂപ കിട്ടി ദാറ്റ് മീൻസ് നമ്മൾ കുറച്ചും കൂടി കടം എടുത്തിട്ട് പോലും എടുത്തപ്പോ ബെനിഫിഷ്യൽ ആയതാ അല്ലേ മനസ്സിലായോ കടം എടുക്കുമ്പോ ബെനിഫിഷ്യൽ ആയില്ലേടാ പോയിന്റ് മനസ്സിലായോ യെസ് അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാനുള്ള ഏർണിങ്സ് കയറും കൂടും അല്ലെ EAESH കുറച്ചും കൂടി കൂടും സോ അത് കുറച്ചും കൂടി കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി EPS ഓൾസോ വിൽ ഇൻക്രീസ് പോയിന്റ് മനസ്സിലായോ യെസ് സോ അഡീഷണൽ ആയിട്ട് വരുന്ന EBIT അത് ഇൻട്രസ്റ്റിനെയും പ്രിഫറൻസ് ഷെയറിന്റെ ഡിവിഡൻഡിനെയും ഒക്കെ കവർ ചെയ്ത് കുറച്ചും കൂടി കൂടുതൽ ഉണ്ടെങ്കിൽ എന്തായാലും ആ എക്സ്ട്രാ വരുന്ന ഏർണിങ്സ് ആർക്ക് കിട്ടും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടൂലേ യെസ് അപ്പൊ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ EPS എന്താവും കൂടും അതാണ് പോയിന്റ് ഓക്കെ സോ ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് എക്സാമിന് ഒരു തിയറി ക്വസ്റ്റ്യൻ എന്ന പോലെ ഇപ്പൊ ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജിന്റെ കാര്യം ചോദിക്കുവാണ് ഇപ്പൊ സബ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ റൈറ്റ് യെസ് ഇഫ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് അസറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഹയർ ദാൻ ദ കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് അതായത് നമ്മുടെ കോസ്റ്റ് ഓഫ് ഫിനാൻസിനേക്കാളും കൂടുതലാണെങ്കിൽ ഓക്കെ ദെൻ നമുക്ക് പിന്നെയും ഈ ഒരു പ്രിഫറൻസോ ഡെപ്റ്റോ യൂസ് ചെയ്യുന്നത് കാരണം എന്ത് സംഭവിക്കും EPS ഒരു ഇൻക്രിമെന്റ് ആണ് സംഭവിക്കുന്നത് സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഫേവറബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയാം ക്ലിയർ അല്ലേ അല്ലാണ്ട് ഫിനാൻഷ്യൽ ലിവറേജ് തീരെ വേണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത് ഓക്കെ മനസ്സിലായോ നോ ഫിനാൻഷ്യൽ ലിവറേജ് എന്നുള്ള ഒരു സിറ്റുവേഷൻ അല്ല നോ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ നോ ഇൻട്രസ്റ്റ് നോ പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ് അല്ലെ അതൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ അല്ല പറയുന്നത് ഫേവറബിൾ ആണോ അല്ലയോ എന്ന് നോക്കണം ഫേവറബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ ഷുഡ് ബി മോർ സോ ചിലപ്പോ പ്രോബ്ലം ബേസ് ആയിട്ട് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഇത് ചെക്ക് ചെയ്താൽ മതി ഇപ്പോ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഗ്രേറ്റർ ദാൻ KD ആണോ എന്ന് നോക്കിയാൽ മതി ഓക്കെ ഇത് മേ ബി നിങ്ങളെ ഏതൊരു ടെക്സ്റ്റ് ബുക്കിൽ ടെക്സ്റ്റ് അല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും സോ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ KD ഓക്കെ KD-നേക്കാളും കൂടുതൽ അത് നിങ്ങൾ കടം വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടാൻ പിന്നെ പഠിക്കണ്ട ക്ലിയർ അല്ലേ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം ഓക്കെ ആണോ സോ EBIT EPS MPS അനാലിസിസ് ആയില്ലേ ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ചെക്ക് ചെയ്യട്ടോ യെസ് റെഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ടോപ്പിക് എടുത്തൂടെ തുടങ്ങാലോ മെസ്സേജ് അയക്കണമെന്ന് കണ്ടിന്യൂ ചെയ്യാലോ അല്ലെ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്താന്ന് പറഞ്ഞൂടെ ആ സോ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ആണ് നെക്സ്റ്റ് ടോപ്പിക് സോ ഇതും നമുക്ക് ലിവറേജിലൊക്കെ പഠിക്കുന്ന പോയിന്റ് തന്നെയാണ് അപ്പൊ എനിക്ക് ലിവറേജിനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലിവറേജ് എന്താണെന്നും ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താണെന്നുള്ള റിവിഷൻ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും സോ മേ ബി ഒരു 1 അവറിനുള്ളിൽ വിൽ ഫിനിഷ് ലിവറേജ് ഒരു ഹാഫ് ആൻ അവർ ഇതിന്റെ അപ്രോച്ച് വിത്ത് ടാക്സ് ആൻഡ് വിത്തൗട്ട് ടാക്സ് ഞാൻ ലിവറേജ് എടുക്കുമ്പോൾ പറയാം അതായിരിക്കും നല്ലത് കാരണം ഇന്ന് എക്സ്ട്രാ എടുക്കൂല ഓക്കെ ഇന്ന് ബാക്കിയുള്ള പോർഷൻ വരെ ഞാൻ തീർത്തുവിടാം യെസ് so financial break-even point. Okay, financial break-even point is a level of EBIT at which EPS equal to 0. മനസ്സിലായോ yes FBEP is the level at which EPS equal to 0. EPS 0 ആവുന്ന level of EBIT ആണ് മനസ്സിലായോ അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഏർണിങ്സ് ഉണ്ടല്ലോ EBIT അല്ലെ EBIT നമ്മൾ വേറെ പേര് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയാം അല്ലെ അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പൊ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റും അതേപോലെ ഫിക്സഡ് കോസ്റ്റും കുറച്ചതിന് ശേഷം കിട്ടുന്ന EBIT അതുകൊണ്ട് നിങ്ങൾക്ക് ഓൺലി ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് മാത്രമേ കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ പോയിന്റ് മനസ്സിലായോ യെസ് നിങ്ങൾക്ക് എന്തേ കവർ ചെയ്യാൻ പറ്റുള്ളൂ ഇൻട്രസ്റ്റും പ്രിഫറൻസും കവർ ചെയ്യുന്നു സോ ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് ടാക്സ് കൊടുത്തിട്ട് ബാക്കി പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കുമ്പോഴേക്കും കാര്യം മനസ്സിലായോ EAESH എന്തായിരിക്കും 0 ആയിരിക്കും സോ സിംപ്ലി EPS is 0 സോ EPS 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സിംപ്ലി ഇംപ്ലൈസ് വാട്ട് അല്ലെ EAESH ഈക്വൽ ടു 0 സി ഇപ്പൊ ചിലപ്പോ എക്സാമിന് ഞാനിപ്പോ യൂസ് ചെയ്യുന്ന EAESH തന്നെ ആയിരിക്കണം എന്ന് എല്ലാ ടേമും യൂസ് ചെയ്യാം ചിലപ്പോ വെറും EASH ആവാം മനസ്സിലായോ യെസ് സോ EASH ആവാം അങ്ങനെ ആയിരിക്കും അപ്പൊ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാനുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ മതി സോ EAESH is equal to 0 വരുന്ന കേസ് ആണ് സെറ്റ് അല്ലേ ഓക്കെ അപ്പൊ ഇത് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ FBEP is equal to interest plus preference dividend divided by 1 minus tax rate സിമ്പിൾ ആണ്
അല്ലെ? ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. എഫ് ബി പി ഈക്വൽ ടു ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാക്സ് റേറ്റ്. ഓക്കെ, അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻട്രസ്റ്റ് നമ്മൾ ബിഫോർ ടാക്സിന് കൊടുക്കണം അല്ലെ? ഇപ്പൊ 10,000 നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ 10,000 തന്നെ ഉണ്ടാക്കിയേ പറ്റുള്ളൂ അല്ലെ? മനസ്സിലായോ? EBIT 10,000 ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് 10,000 കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ പ്രിഫറൻസ് ഡിവിഡൻഡ് നിങ്ങൾ 10,000 കൊടുക്കണമെങ്കിൽ അത് ആഫ്റ്റർ ടാക്സ് നിങ്ങൾ 10,000 ഉണ്ടാക്കണം. അപ്പൊ ബിഫോർ ടാക്സ് 10,000 ഉണ്ടായാൽ പോരാ. മനസ്സിലായോ? ഇപ്പൊ സപ്പോസ് നിങ്ങളോട് പറയുന്നത് 25% ടാക്സ് ഉണ്ട്, നിങ്ങൾക്ക് പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കാൻ ഒരു 10,000 രൂപ കൊടുക്കാനുണ്ട് എന്ന് വിചാരിച്ചു. സോ ഈ 10,000 കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 25% ടാക്സ് അടച്ചതിന് ശേഷമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. യെസ്, സോ ദാറ്റ് മീൻസ് നമുക്ക് 25% ടാക്സ് ആണെങ്കിൽ ബാക്കിയുള്ള 75% മാത്രമായിരിക്കും ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഉണ്ടാവുക അല്ലെ? സോ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ആയിരിക്കും ഏത് വരുന്നത്? ഈ പറഞ്ഞ 10,000. അപ്പൊ നമ്മൾ ബാക്കിലോട്ട് കണ്ടുപിടിക്കണം EBT എത്രയാ അല്ലെ? സോ ബാക്കിലോട്ട് പോകണം, EBIT എത്രയാന്ന് പോകണം. സോ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? യെസ്, സോ 10,000 ആക്കണമെങ്കിൽ 10,000 ഡിവൈഡഡ് ബൈ എത്ര ചെയ്യണം? 75% ചെയ്യണം. ക്ലിയർ അല്ലേ? യെസ്, കാരണം ഈ നോക്ക് EAT വിൽ ബി എന്തായിരിക്കും? 75%. ബാക്കി പോർഷൻ ടാക്സ് ആയിരിക്കും 25%. അപ്പൊ ടോട്ടൽ ഉണ്ടാക്കുന്നതിന്റെ 75% മാത്രമാണ് EAT കിട്ടുക അല്ലെ? യെസ്, അപ്പോ നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കേണ്ടി വരും? ചിലപ്പോൾ 13,333 രൂപ ഉണ്ടാക്കേണ്ടി വരും. സോ ഇത്രയും പൈസ ഉണ്ടാക്കിയാലേ നിങ്ങൾക്ക് ഇതിന്റെ 25% ആയ 3,333 രൂപ പേയ്മെന്റ് ടാക്സ് ആയിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള 10,000 എടുക്കാൻ പറ്റുള്ളൂ അല്ലെ? ആ 10,000 മാത്രമേ EAT ഉള്ളൂ. അത് വെച്ച് മാത്രമേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുള്ളൂ. സെറ്റ് ആണോ? ഓക്കെ, സോ സിംപ്ലി FBEP ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പ്രിപ്പയർ ലൈക്ക് ദിസ്: ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ബൈ 1 മൈനസ് ടാക്സ് റേറ്റ്. ചില ക്വസ്റ്റ്യനിൽ പ്രിഫറൻസ് ഉണ്ടാവണമെന്നില്ല, ചില ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. സോ ചിലപ്പോൾ ഡെപ്റ്റ് മാത്രമുള്ള ഒരു പ്ലാൻ ആണെങ്കിലോ, ഡെപ്റ്റ് മാത്രമുള്ള ഒരു പ്ലാൻ ആണെങ്കിൽ ഇൻട്രസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? FBEP വിൽ ബി ഈക്വൽ ടു ഇൻട്രസ്റ്റ് ആയിരിക്കും. അതേപോലെ പ്രിഫറൻസ് മാത്രമുള്ളതാണെങ്കിൽ പ്രിഫറൻസ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാക്സ് റേറ്റ് ആയിരിക്കും അല്ലെ? ഇപ്പൊ ഡെപ്റ്റും ഇല്ല പ്രിഫറൻസും ഇല്ലെങ്കിൽ ഇത് രണ്ടും 0 ആയിരിക്കും. സോ ഫൈനൽ ആൻസർ വിൽ ബി 0. ക്ലിയർ ആണോ? യെസ്. അപ്പോ ഇനി നിങ്ങൾ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? മിനിമം അത്രയെങ്കിലും ഉണ്ടാക്കിയാലല്ലേ ഈ രണ്ടാൾക്കാരെയും നമുക്ക് തെറ്റിപ്പറ്റാൻ പറ്റുള്ളൂ അല്ലെ? ഇൻട്രസ്റ്റും പ്രിഫറൻസ് ഡിവിഡൻഡും കൊടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്തുണ്ടാക്കണം? ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എങ്കിലും ഉണ്ടാക്കണം. അപ്പോ അതിനേക്കാളും കൂടുതൽ ഉണ്ടാക്കിയാൽ എന്താ സംഭവിക്കുക? യെസ്, ഏർണിങ്സ് EAES കിട്ടൂലേ? മനസ്സിലായോ? നിങ്ങൾ ആവശ്യമുള്ളതിനേക്കാളും ഈ ഇൻട്രസ്റ്റും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളതും കൊടുത്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടൂലേ? അപ്പൊ അങ്ങനെ വരുമ്പോ EPS എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന EBIT ഉണ്ടല്ലോ, അത് ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റിനേക്കാളും താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ ഈ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്താവും? നെഗറ്റീവ് ആവും. ക്ലിയർ ആണോ? അല്ലെ? സെറ്റ് അല്ലേ? യെസ്, അപ്പൊ EAES നെഗറ്റീവ് ആയ EPS ഓൾസോ വിൽ ബിക്കം നെഗറ്റീവ്. സെറ്റ് ആണോ? യെസ്, സോ FBEP എന്നുള്ള കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? മൂന്നാമത്തെ കോൺസെപ്റ്റ് ആണ് ഇൻഡിഫറൻസ് പോയിന്റ് അനാലിസിസ്. ഓക്കെ, ഇൻഡിഫറൻസ് പോയിന്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ അതിന്റെ പോയിന്റ് എന്താണെന്ന് എഴുതിയിട്ടില്ല. ദാറ്റ് മീൻസ് അത് EPS ഷുഡ് ബി സെയിം. the EBIT at which EPS under two options will be same. അതാണ് സിമ്പിൾ. സെറ്റ് ആണോ? ഏത് ലെവൽ ഓഫ് EBIT-യിലാണ് എന്താണ്? ഏത് ലെവൽ ഓഫ് EBIT-യിലാണ് EPS will be same for two plans. ഓക്കെ അല്ലേ? അതായത് നമുക്കിപ്പോ പ്ലാൻ A ഉണ്ട്, പ്ലാൻ B ഉണ്ട് തന്നെ വിചാരിക്കുക. ഓക്കെ, അപ്പൊ പ്ലാൻ A ഉണ്ട്, പ്ലാൻ B ഉണ്ട്, പ്ലാൻ സിയും ഉണ്ട്. സോ അറ്റ് എ ടൈം നിങ്ങൾ രണ്ടെണ്ണം എടുത്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അത് ശ്രദ്ധിക്കുക കേട്ടോ. സോ പ്ലാൻ A ആൻഡ് B തമ്മിൽ ഒരു ഇൻഡിഫറൻസ് പോയിന്റ് ഉണ്ട്, പ്ലാൻ B ആൻഡ് C തമ്മിൽ ഒരു ഇൻഡിഫറൻസ് പോയിന്റ് ഉണ്ട്, പ്ലാൻ A ആൻഡ് C തമ്മിൽ ഒരു ഇൻഡിഫറൻസ് പോയിന്റ് ഉണ്ട്. സോ ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നോ ഡിഫറൻസ് തന്നെ അർത്ഥം അല്ലെ? അതായത് ഏത് പ്ലാനും എടുത്തോട്ടെ നിങ്ങൾക്ക് ഇതിലൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. ഓക്കെ അല്ലേ? സോ ദാറ്റ് മീൻസ് നമ്മളിപ്പോ സെയിം ലെവൽ നോക്ക്, ഇത് ഇക്വേഷൻ ഇടാണ്. എന്താണ് ഇക്വേഷൻ? സോ പ്ലാൻ എയില് ഞാൻ ആദ്യം EPS കണ്ടുപിടിക്കാം. ഓക്കെ അല്ലെ? സോ EPS അണ്ടർ പ്ലാൻ A ചെയ്യാണ്, അതേപോലെ EPS അണ്ടർ പ്ലാൻ ബിയും എന്തായിരിക്കണം? ഈക്വൽ ആവണം. അപ്പോ EPS അണ്ടർ പ്ലാൻ A എങ്ങനെ ചെയ്യും നമ്മള്?
യെസ്, ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് EBIT മൈനസ് ഇൻട്രസ്റ്റ് അണ്ടർ പ്ലാൻ എ, പിന്നെ ടാക്സ് കുറച്ചു, പിന്നെ പ്രിഫറൻസ് ഡിവിഡൻഡ് കുറച്ചു, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് അല്ലേ. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ പ്ലാനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെയിം നമ്മൾ സ്റ്റേറ്റ്മെന്റ് പഠിച്ച പോലെ EBIT ഇൻട്രസ്റ്റ് കുറച്ചു, പിന്നെ ടാക്സ് കുറച്ചു, പിന്നെ പ്രിഫറൻസ് ഡിവിഡൻഡ് കുറച്ചു, അത് കഴിഞ്ഞിട്ട് നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സെറ്റ് ആണോ? ഓക്കെ, അപ്പൊ ഈ രണ്ട് കേസിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഇക്വേഷൻ മീൻസ് ഫൈനലി EPS ഷുഡ് ബി ഈക്വൽ അല്ലേ, അല്ലെ? അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടാണ് തുടങ്ങാൻ. അപ്പൊ മക്കളെ നോക്ക്, നിങ്ങൾക്ക് പ്ലാൻ എയിലെ ഇൻട്രസ്റ്റ് എന്താണെന്നും ടാക്സ് എന്താണെന്നും പ്രിഫറൻസ് ഡിവിഡൻഡ് എന്താണെന്നും നമ്പർ ഓഫ് ഷെയർസ് എന്താണെന്നും കിട്ടിയിട്ടുണ്ടാവും ഇപ്പോഴത്തെ കേസിൽ. ദ ഓൺലി തിങ് നമുക്ക് കിട്ടാത്തത് EBIT ആയിരിക്കും. ആ EBIT ആണ് എന്ത്, ഇൻഡിഫറൻസ്. ഓക്കെ, സോ ഇപ്പുറത്തും കോമൺ ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെ. സോ EPS അണ്ടർ പ്ലാൻ എ ഈക്വൽ EPS അണ്ടർ പ്ലാൻ ബി, ഇത് ഇക്വേഷൻ ഇട്ടുക. സംഭവം നിങ്ങൾ ബാക്കിയെല്ലാം ഫില്ല് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി EBIT ഈക്വൽ ടു എത്രയെന്ന് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അത് ഞാൻ പറഞ്ഞത് EBIT എന്താ, അതൊക്കെ മനസ്സിലായി. ഓക്കെ, സോ ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ അല്ലെ? ഇപ്പൊ നോക്കൂ മക്കളെ, ഞാൻ മുമ്പേ പറഞ്ഞ ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ഇപ്പോ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ആൾക്കാർ പറയും, ഓക്കെ പാർട്ട്ണർഷിപ്പ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഷെയർ ഹോൾഡ് ഷെയറിങ് ചെയ്യാന്ന് പറയും. സോ ഇനീഷ്യലി ഷെയർ ചെയ്യാന്ന് പറയാൻ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ലോസ് വന്നാലും ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും അത്രയും കൊടുത്താൽ പോരെ. പോയിന്റ് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഇപ്പൊ ഇതിനിടക്ക് ഏതോ ഒരു ഫിലിമിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ അല്ലെ, മഞ്ഞുമൽ ബോയ്സ് ആണെന്ന് തോന്നുന്നു. അപ്പോ നമുക്ക് കുറച്ച് പൈസ നിങ്ങൾ കൊണ്ടുപോവാ, നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. കാരണം വലിയ പ്രോഫിറ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഷെയർ ചെയ്യാന്ന് പറയും. ക്ലിയർ? അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒരു 5-10 കോടി ആയിട്ടുള്ളൂ, എന്നാ പിന്നെ ഇയാളുടെ അടുത്ത് കിട്ടിയ പൈസക്ക് ഷെയർ കൊടുക്കുന്നതല്ലേ, വെറുതെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നേക്കാണ്. പക്ഷെ പ്രോഫിറ്റ് ഭയങ്കര കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പാവും. ഒരു 100 കോടി കിട്ടിയ 50 കോടിയൊക്കെ ഇയാൾക്ക് കൊടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫിക്സഡ് ഉള്ളതാണ് നല്ലത് അല്ലെ. സോ കാരണം ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് കൊടുത്ത് ഒഴിവാക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കടം വാങ്ങിക്കുന്നു, കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം 10 കോടി കൊടുത്താൽ മതി. ഓക്കെ, പക്ഷെ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഭയങ്കര പ്രോഫിറ്റ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ 100 കോടിയൊക്കെ അയാൾക്ക് ഷെയർ കൊടുക്കേണ്ടി വരും. കുറവ് പ്രോഫിറ്റ് ആണെങ്കിലോ നിങ്ങൾ 2 കോടി കൊടുത്താൽ മതി. അപ്പൊ ഇറ്റ് ഡിപ്പെൻസ്. അതായത് നല്ലോണം ഏർണിങ്സ് കിട്ടുവാണെങ്കിൽ ഡെപ്റ്റ് ഇസ് ബെറ്റർ അല്ലെ, ഡെപ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. വെറുതെ നമ്മൾ എന്ത് ചെയ്യേണ്ട, നമ്മൾ ഏർണിങ്സ് കൂട്ടാൻ വേണ്ടി നമ്മളുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഏർണിങ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഡെപ്റ്റ് കൂട്ടുന്നതായിരിക്കും നല്ലേ, അല്ലാണ്ട് വെറുതെ പുതിയ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലെ? സോ അതേ ലോജിക്കാണ് എടുക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു പോയിന്റ്, ഇൻഡിഫറൻസ് പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇൻഡിഫറൻസ് പോയിന്റിനേക്കാളും കൂടുതൽ വന്നു എന്ന് വിചാരിച്ചോ. എടാ സപ്പോസ് ഇൻഡിഫറൻസ് പോയിന്റ് നിങ്ങളോട് പറയുന്നത് ഇത്രയാണ് എമൗണ്ട്, ഒരു 1 lakh rupees ഒക്കെയാണ് പറയുന്നത് വിചാരിച്ചോ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 lakh rupeesന്റെ ഏർണിങ്സ് EBIT ഉണ്ടാക്കിയാൽ രണ്ട് കേസിലും EPS വിൽ ബി സെയിം. പക്ഷെ 1 lakhനേക്കാളും കൂടുതൽ ഉണ്ടാക്കിയാൽ ഏതായിരിക്കും ബെറ്റർ? 1 lakhനേക്കാളും കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം കുറച്ച് ഡെപ്റ്റ് എടുത്തോ, കുഴപ്പമില്ല. ഡെപ്റ്റ് എടുത്താൽ പിന്നെയും സീനില്ല. ഓക്കെ, പക്ഷെ ചെറുതിലോട്ടാണ് പോകുന്നത്, 1 lakhനേക്കാളും താഴെയാണെങ്കിൽ യെസ്, സോ പ്ലാൻ എ അതായത് ഫുൾ ഇക്വിറ്റി ഉള്ള കേസ് ആയിരിക്കും ബെറ്റർ. അപ്പൊ അത് നോക്കണം കേട്ടോ. സോ അതായത് നിങ്ങൾ ഈ ഇൻഡിഫറൻസ് പോയിന്റിനേക്കാളും താഴെ വരുമ്പോൾ ഏതാ ബെറ്റർ, മുകളിൽ വരുമ്പോൾ ഏതാ ബെറ്റർ. ഓക്കെ, സോ പ്ലാൻ എ ആൻഡ് ബി ഉണ്ടാവും. അപ്പൊ പ്ലാൻ എ ആൻഡ് ബി നോക്കുമ്പോൾ ചിലപ്പോൾ ബി ആയിരിക്കും ബെറ്റർ. അങ്ങനെ നോക്കി ചെയ്യാട്ടോ. ഏത് കേസാ മനസ്സിലായില്ല? അതായത് ഇൻഡിഫറൻസ് പോയിന്റിലാണെങ്കിൽ കുഴപ്പമില്ല, ഇൻഡിഫറൻസ് പോയിന്റിനേക്കാളും കൂടുതൽ EBIT വരുന്ന കേസിൽ ഏതാ ബെറ്റർ എന്ന് നോക്കാം. അതേപോലെ ഇൻഡിഫറൻസ് പോയിന്റിനേക്കാളും താഴെ വരുമ്പോൾ ഏതാ നോക്കാം കേട്ടോ. സെറ്റ് അല്ലേ? ഇനി ഇതിൽ തന്നെ നമ്മൾ രണ്ട് പ്രോബ്ലംസ് വരുന്നുണ്ട്. അതായത് നോക്ക്, ഇഫ് ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയറിന് നമ്പർ ഉണ്ടല്ലോ, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഉണ്ടല്ലോ, അപ്പൊ അത് രണ്ടിലും സെയിം ആണെന്ന് വിചാരിച്ചു. നമ്പർ ഓഫ് ഷെയർസ് രണ്ട് കേസിലും 1 lakh ഷെയർ ഉണ്ടെന്ന് വിചാരിക്കോ. ആ കേസിൽ നമുക്ക് നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ അത് ഫൈനൽ ഒരു ആൻസർ കിട്ടൂല. ചിലപ്പോൾ EBIT ഈക്വൽ ടു EBIT എന്ന് പറഞ്ഞാൽ അതെല്ലാം ക്യാൻസൽ ആയിട്ട് പോകുന്ന കേസ് വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ 4 EBIT ഈക്വൽ ടു 8 EBIT എന്നൊക്കെ പറഞ്ഞിട്ട് വരാം. അപ്പൊ 4 ഈക്വൽ ടു 8 അത് എന്ത് കോപ്പാന്നുള്ളത് തോന്നും കേട്ടാ. അതേപോലെ ചില സമയത്ത് നമുക്ക് 4 EBIT ഈക്വൽ ടു 4 EBIT വരും. സോ രണ്ട് കേസ് നോക്കും നമ്മളെ. One case it will be like this, 4 EBIT equal to 4 EBIT തന്നെ വരും. ഓക്കെ, വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 EBIT ഈക്വൽ ടു 8 EBIT എന്ന് വരും. ഓക്കെ, സോ ഇത് രണ്ടിലും എന്തൊരു പ്രശ്നമുണ്ട് അല്ലെ. സോ ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം.
ഓക്കെ അല്ലേ? സോ ഇവിടെ നിങ്ങൾ 4EB8 4EB8 എല്ലാം ക്യാൻസൽ ആയിട്ട് പോയി എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, അതുപോലെ ഇപ്പുറത്ത് താഴെ ആണെങ്കിൽ 4EB8 8EB8 ആണെങ്കിൽ ഇത് കട്ട് ചെയ്ത 4 = 8 വരും. അപ്പൊ ഈ രണ്ട് സിറ്റുവേഷൻ നോക്കാം. ഓക്കെ, സോ ഇതിൽ ഒരെണ്ണം മെനി ഇൻഡിഫറൻസ് പോയിന്റും ഒരെണ്ണം നോ ഇൻഡിഫറൻസ് പോയിന്റ് ആണ്. സോ എപ്പോഴാണ് നോ ഇൻഡിഫറൻസ് പോയിന്റ് വരെ, എപ്പോഴാണ് മെനി ഇൻഡിഫറൻസ് പോയിന്റ് വരെ നോക്കാം. ഇവിടെ നോ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇപ്പൊ ഏത് കേസാ പറയുന്നത്? ദ കേസ് ഈസ് നമ്പർ ഓഫ് ഷെയർസ് സെയിം ആണ് അല്ലെ? നമ്പർ ഓഫ് ഷെയർസ് സെയിം ഉള്ള കേസിൽ ഓക്കെ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നമ്പർ ഓഫ് ഷെയർസ് സെയിം ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് EA/ESH ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് രണ്ട് സൈഡും സെയിം ആണ്. അപ്പൊ EA/ESH കൂട്ടിയാൽ നോക്കിയാൽ പോരെ, ഏറ്റവും കൂടുതലാക്കിയാൽ മതി. അപ്പൊ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോ ഒരു 10 lakh rupees വേണം. ഞാൻ പറയുന്നു ഇന്ന ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് നിങ്ങൾക്ക് 10% കടം തരും, അതേപോലെ HDFC നിങ്ങൾക്ക് 11% തരും. അപ്പൊ നിങ്ങൾ നാച്ചുറലി സെയിം എമൗണ്ട് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ എന്ത് ഡിഫറൻസ് വരുന്നുണ്ട്? ഇൻട്രസ്റ്റ് ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ഒന്നില് 10%, ഒന്ന് 11%. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഏതിലോട്ടേ പോവുള്ളൂ? നിങ്ങൾ 10% ഉള്ളതിലേക്കല്ലേ ചൂസ് ചെയ്യുള്ളൂ. യെസ്, അപ്പൊ അത് ഏത് ലെവൽ ഓഫ് EB8 നിങ്ങൾക്ക് ഏർണിങ്സ് എത്ര കോടി ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് കടത്തിന് ജസ്റ്റ് 10% കൊടുത്താൽ മതി ഒരു സ്ഥലത്ത്, മറ്റാണെങ്കിൽ 11% കൊടുക്കണം. അപ്പൊ എന്തുകൊണ്ടും ഏതായിരിക്കും ബെറ്റർ? കോസ്റ്റ് കുറവുള്ളതായിരിക്കുമല്ലേ ബെറ്റർ? യെസ്, അതായത് ഇഫ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ്. സോ ശ്രദ്ധിക്കുക, ചില സമയത്ത് ഒരു ഡെപ്റ്റ് മാത്രമല്ല നമുക്ക് നോക്കേണ്ടത്. എന്ത് പ്രിഫറൻസിന്റെ ഒക്കെ കേസിൽ ആഫ്റ്റർ ടാക്സ് നോക്കിയിട്ട് രണ്ടിനെയും ആഫ്റ്റർ ടാക്സ് എടുക്കാം. അതായത് ഡെപ്റ്റ് ഉള്ള കേസിലും ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് എത്രയാന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ KD എത്രയാന്ന് നോക്കാം. അതേപോലെ പ്രിഫറൻസ് ഉള്ള കേസിൽ വാട്ട് ഈസ് ദ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ്, KP എത്രയാന്ന് നോക്കാം. ഓക്കെ, സോ KD KP നോക്കാം. അല്ലെങ്കിൽ രണ്ടും ഡെപ്റ്റ് ആണ്, പ്ലാൻ എയിലും ഡെപ്റ്റ് എടുക്കുന്നത്, പ്ലാൻ ബിയിലും ഡെപ്റ്റ് എടുക്കുന്നത് വിചാരിച്ചോ. ഇപ്പൊ രണ്ട് പ്ലാനിലും ഡെപ്റ്റ് ആണെങ്കിൽ രണ്ടിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള KD ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഏതായിരിക്കും? നമ്മളെ ഏർണിങ്സ് കൂടെങ്കിൽ നമ്മൾ കടം വാങ്ങിക്കുന്നത് എന്തായിരിക്കണം? ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കണം, അത്രേ ഉള്ളൂ. ദാറ്റ് ഇസ് ദ പോയിന്റ്. അപ്പൊ ഈ ഓൾവേസ് ഒരു പ്ലാന് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും എന്ന് പറയാം അല്ലെ? മനസ്സിലായോ? വൺ പ്ലാൻ വിൽ ബി ഡോമിനേറ്റ്. അതായത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് വെദർ എനി പ്ലാൻ ഡോമിനേറ്റ്സ് ദിസ് വൺ. ഓക്കെ, അപ്പൊ ഓൾവേസ് ഡോമിനേറ്റ് ചെയ്യും ഒരു പ്ലാൻ വിൽ ബി ബെറ്റർ ദാൻ അതർ അല്ലേ? സംഭവം മനസ്സിലായോ? യെസ്, നിങ്ങൾ നഷ്ടം ഉണ്ടാക്കുകയാണെങ്കിലും 1 ലക്ഷം പ്രോഫിറ്റ് ആക്കിയാലും 10 കോടി പ്രോഫിറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളത് കൊടുത്തേ പറ്റുള്ളൂ, പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കാനുള്ളത് കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ അത് കുറവ് കൊടുക്കുന്നതല്ലേ നല്ലേ? യെസ്, നമ്പർ ഓഫ് ഷെയർസിൽ മാറ്റമില്ല. ചിലപ്പോൾ നമ്പർ ഓഫ് ഷെയർസിൽ മാറ്റം ഉണ്ടെങ്കിൽ ഫൈനൽ ആൻസറിൽ മാറ്റം വരും കേട്ടോ, അത് നോക്കണ്ട. ഓക്കെ, നമ്പർ ഓഫ് ഷെയർസ് സെയിം ഉള്ള കേസിൽ മാത്രമാണ് ഇത് സംഭവിക്കുക കേട്ടോ. ഇനി അതേപോലെ ഇഫ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് അതർ ദാൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇസ് സെയിം. സോ ഇതിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഈ രണ്ട് സിറ്റുവേഷൻ വിൽ കം ഓൺലി വെൻ എപ്പോ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇസ് സെയിം. ഇക്വിറ്റി ഷെയറിന്റെ നമ്പർ സെയിം ഉള്ള കേസിൽ മാത്രമേ നോ ഇൻഡിഫറൻസ് പോയിന്റും അതേപോലെ മെനി ഇൻഡിഫറൻസ് പോയിന്റ് ഉള്ള കേസ് വരുള്ളൂ. ഓക്കെ, സോ നോ ഇൻഡിഫറൻസ് വരണമെങ്കിൽ എന്തായിരിക്കണം? ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഷുഡ് ബി ഡിഫറെന്റ്. അതേപോലെ ഇൻഡിഫറൻസ് പോയിന്റ്, മെനി ഇൻഡിഫറൻസ് പോയിന്റ് വരണമെങ്കിൽ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഷുഡ് ബി സെയിം. അതായത് നിങ്ങളെ നമ്പർ ഓഫ് ഷെയർ 1 lakh ഓക്കെ ഫൈൻ, എനിക്ക് 10 ലക്ഷം രൂപ കടം വേണം. സ്റ്റേറ്റ് ബാങ്കും HDFC പറയുന്നു രണ്ടുപേരും നിങ്ങൾക്ക് 10% തരാം. അപ്പൊ നമ്മൾ എവിടുന്ന് കടം എടുത്താലും എനിക്ക് 10% കൊടുക്കണം. സോ ദാറ്റ് വോണ്ട് മേക്ക് എനി ഡിഫറൻസ് അല്ലെ? സോ നിങ്ങൾക്ക് എത്ര ഏർണിങ്സ് ഉണ്ടായിക്കോട്ടെ അതിൽ വലിയ മാറ്റം വരാൻ പോകുന്നില്ല. സോ അത് വാട്ട് എവർ ബി ദ എനി ഏത് റേറ്റ് EB8 എടുത്താലും EPS എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ നോർമലി നമ്മൾ ഇൻഡിഫറൻസ് പോയിന്റിന്റെ മീനിങ് എന്താ? ഇൻഡിഫറൻസ് പോയിന്റിന്റെ മീനിങ് എന്താ? അതെ, നമ്പർ ഓഫ് ഷെയർസ് ആണ് വരുന്നത്. നമ്പർ ഓഫ് ഷെയർസ് ആണ് വരുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഷെയർസ് തന്നെ. ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇട്ടിട്ടുണ്ട്, അസ്യൂമിങ് ദാറ്റ് ഇറ്റ്സ് ഫേസ് വാല്യൂ സെയിം ആണെന്നുള്ള രീതിയിൽ എടുത്ത് നമ്പർ ഓഫ് ഷെയർസ് സെയിം ആവണം. അന്ന് കാരണം എന്താ വെച്ചാൽ നമ്മൾ EA/ESH ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർ ചെയ്യൂലേ? ഓക്കെ, സോ EA/ESH ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്യും. അപ്പൊ നമ്പർ ഓഫ് ഷെയർസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതാണ് കേസ് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ റാൻഡം ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മനസ്സിലാവും. ഓക്കെ, സെയിം കിട്ടുന്നുണ്ടോ ഡിഫറെന്റ് ആണോ എന്നൊക്കെ നോക്കിയാൽ മനസ്സിലാവും. യെസ്, സോ ദാറ്റ്സ് എ കംപ്ലീഷൻ ഓഫ് പ്രോബ്ലം സൈഡ്. ഓക്കെ, സോ ഈ ചാപ്റ്ററിന്റെ പ്രോബ്ലം സൈഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. സെറ്റ് അല്ലേ? ഡൗട്ട് ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ചെയ്യണം കേട്ടോ മാക്സിമം.
യെസ്. സോ റിവിഷൻ പർപ്പസ് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണ്. EBIT, EPS, MPS അനാലിസിസ്. സ്റ്റേറ്റ്മെന്റ് വരക്കുക, EPS കണ്ടുപിടിക്കുക, MPS കണ്ടുപിടിക്കുക. MPS കൂടുതലാണ് ബെറ്റർ. ഒന്ന്. FBP എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് പ്ലസ് പിന്നെ ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാക്സ്. അതും കഴിഞ്ഞു. നോ ഇൻഡിഫറൻസ് പിന്നെ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിന്റെയും EBIT മൈനസ് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് മൈനസ് പ്രിഫറൻസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. രണ്ട് സൈഡും നോക്കാം. EPS എത്രയാണ്, സെയിം ആണ്. അത്രേ ഉള്ളൂ. പിന്നെ നമ്പർ ഓഫ് ഷെയർ ഈക്വൽ ഉള്ള കേസിൽ നമ്മൾ നോക്കും. ഓക്കെ, രണ്ട് പ്ലാൻ മീൻസ് അതർ ദാൻ ഇക്വിറ്റി ഷെയർസ് ഉള്ള അതിന്റെ കോസ്റ്റ് കൂടുതൽ സെയിം ആണെങ്കിൽ മിനി ഇൻഡിഫറൻസ് പോയിന്റ് ആയിരിക്കും. അതിന്റെ ഈ കോസ്റ്റ് ഒരെണ്ണം കൂടുതൽ ഒരെണ്ണം കുറവാണെങ്കിൽ ഓക്കെ ഒരു പ്ലാൻ എപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, സോ മോസ്റ്റ് കേസസ് നമ്മളിപ്പോ ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ നോക്കാം. ഡെപ്റ്റ് ഉള്ള കേസ് പ്രിഫറൻസ് ഉള്ള കേസ് ഒക്കെ വരുമ്പോൾ ഡെപ്റ്റ് ഉള്ള കേസ് ബെറ്റർ ആവാനുള്ള സാധ്യതയുണ്ട് പ്രിഫറൻസ് കാണാം. ഓക്കെ, സോ അത് നോക്കണം എന്ത് വെച്ച് കമ്പയർ ചെയ്യണം ആഫ്റ്റർ ടാക്സ് കോസ്റ്റ്. ഇപ്പൊ മക്കളെ നോക്ക്, നിങ്ങളിപ്പോ ഒരെണ്ണത്തിന് 10% ആണ്. ഓക്കെ, ഇത് ഇൻട്രസ്റ്റ്, വേറൊരു പ്രിഫറൻസിന്റെ ഷെയറിന്റെയും 10% ആണ്. അപ്പൊ ഇതില് ഏതാണ് പ്രിഫറൻസ്? ഇത് പ്രിഫറൻസ് ആണ്, ഇത് ഡെപ്റ്റ് ഉള്ളതാണ്. അപ്പൊ ഡെപ്റ്റ് ഉള്ളത് എടുക്കുന്നതാണോ നല്ലത്, പ്രിഫറൻസ് ആണോ എന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് കാണണം. സോ ഇവിടെ നിങ്ങൾക്ക് ഡെപ്റ്റിന്റെ കേസിൽ ഇൻട്രസ്റ്റിന്റെ ബെനിഫിറ്റ് ഉണ്ടോ, ഇത് കുറവായിരിക്കും, ഇത് കൂടുതൽ തന്നെ ഉണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെ വരുമ്പോൾ എന്തായാലും ഡെപ്റ്റ് ഉള്ള കേസ് ആയിരിക്കും ബെറ്റർ. ഓക്കെ, പക്ഷെ ഇവിടെ ഇപ്പൊ ചിലപ്പോ ഇങ്ങനെ തരുന്നത് നിങ്ങളോട് പറയണ ഓക്കെ 6.5% മാത്രമാണ് എന്തുള്ളത് പ്രിഫറൻസിന്റെ കേസിൽ. ഇത് ഡെപ്റ്റ് ഉള്ള കേസ്, ഡെപ്റ്റിന്റെതും ഇത് പ്രിഫറൻസിന്റെ കേസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡൗട്ട് അടിക്കും. ഓക്കെ, 10% ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കണോ അല്ല 6.5% പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണോ? സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ പെർസെന്റേജ് ഓഫ് ടാക്സ് അല്ലെ. നിങ്ങൾക്ക് ഇപ്പൊ ഒരു 40% ടാക്സ് ഉണ്ടെങ്കിലോ, 40% ടാക്സ് ഉണ്ടെങ്കിൽ ഇതാ ബെറ്റർ. കാരണം ഇത് ആഫ്റ്റർ ടാക്സ് 6 എത്തും. ഓക്കെ അല്ലേ, ഇതാ ബെറ്റർ. പക്ഷെ നേരെ മറിച്ച് 30% ടാക്സ് ആണെങ്കിലോ, എന്നാ പിന്നെ ഇവിടെ ഓൺലി 7%, അങ്ങനെ 10%ന് 30% കുറച്ചതിന് 7% ഉള്ളൂ. സോ ഇതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ എന്തായാലും കോസ്റ്റ് കുറയുന്നതല്ലേ. അത് നോക്കാം. So last topic, capital structure theory. So capital structure theories നെറ്റ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം, ട്രഡീഷണൽ അപ്രോച്ച് പഠിക്കാം. ബാക്കി രണ്ടെണ്ണം MM വിത്ത് ടാക്സ് ആൻഡ് വിത്തൗട്ട് ടാക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് മക്കളെ നോക്കുക. റെലവൻസ് തിയറി ഉണ്ട്, ഇറലവൻസ് തിയറി ഉണ്ട്. നമ്മൾ ഡിവിഡൻഡിലും പറഞ്ഞതാണ് അല്ലെ, റെലവെന്റ് ഇറലവെന്റ് എന്നുള്ള വാക്ക്. സോ ഇവിടെ എന്താ ഉദ്ദേശിച്ചാൽ നിങ്ങളെ ക്യാപിറ്റൽ സ്ട്രക്ചർ മാറ്റം വരുത്തുന്നതിനനുസരിച്ചിട്ട് ഫേമിന്റെ വാല്യൂവിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതേപോലെ നമ്മൾ ഡിവിഡൻഡ് ഡിസിഷനിലും അതേപോലെ തന്നെ പഠിച്ചത് അല്ലെ. നിങ്ങൾ ഡിവിഡൻഡ് കൊടുക്കണോ കൊടുക്കണ്ടേ, അല്ല റീറ്റെയിൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം കൊണ്ട് മാർക്കറ്റ് വാല്യൂവിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് പറയാം. സോ ഇവിടെ അതേപോലെ. ഓക്കെ, സോ എനിത്തിങ് ഇത് അഫക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് പഠിക്കുന്നത്. സോ ഫസ്റ്റ് തിങ് നമ്മൾ പഠിക്കുന്നത് ഏതാ, കുറച്ച് അസംഷൻസ് ഉണ്ട്. സോ മേ ബി നിങ്ങളെ തിയറി ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ, തിയറി ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ വരുന്ന ഒരു സാധനമാണ്. പിന്നെ കുറച്ചും കൂടി ഇത് ലോജിക്കലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അസംഷൻ എടുത്ത് പോവാം. ഓക്കെ, പക്ഷെ ചില ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട് ഈവൻ നെറ്റ് ഇൻകം അപ്രോച്ചിലൊക്കെ ടാക്സ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ചില ക്വസ്റ്റ്യനിൽ നെറ്റ് ഇൻകം അപ്രോച്ചിൽ ടാക്സ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി, അതായത് ടാക്സ് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ ബേസിക്കലി നമ്മൾ പഠിക്കുമ്പോൾ അസംഷൻ ഇസ് ദാറ്റ് ഓക്കെ ദ ഫോളോയിങ് അസംഷൻസ് ആർ ദേർ. വാട്ട് ആർ ദ അസംഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെപ്റ്റ് ഇക്വിറ്റി ഉള്ളൂ, പ്രിഫറൻസ് ഇല്ല ഫസ്റ്റ് വൺ. രണ്ടാമത് ടോട്ടൽ അസറ്റ്സ് ഓഫ് ദ ഫേം ആർ ഗിവൻ. സോ ടോട്ടൽ ഇത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. The degree of leverage can be changed by selling debt to purchase shares or selling shares to retire debt. അപ്പൊ അത് നമ്മൾ ഇതിലാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ MM ഹൈപ്പോത്തസിസിലെ ഒരു ഇവിടുന്ന് അങ്ങോട്ടേക്ക് വാല്യൂ ഓഫ് ദ ഫേം ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ആർബിട്രാജ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, ആർബിട്രാജ്. ഓക്കെ, സോ MM എടുക്കുമ്പോൾ ഞാൻ അത് പറഞ്ഞുതരാം. ഓക്കെ, യെസ്. സോ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഡെപ്റ്റ് സെല് ചെയ്തിട്ട് ഇക്വിറ്റി കൊണ്ടുവരാം. അതേപോലെ ഇക്വിറ്റി സെല് ചെയ്തിട്ട് ഡെപ്റ്റ് ഡെപ്റ്റ് സെല് ചെയ്തിട്ട് ഇക്വിറ്റി കൊണ്ടുവരാൻ, അല്ല ഇക്വിറ്റി ഷെയർസ് പർച്ചേസ് ചെയ്യാന്നൊക്കെ ഉണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ അവിടെ ഫിനാൻഷ്യൽ ലിവറേജ് മാറും അല്ലെ. നേരത്തെ ഉണ്ടായ ഡെപ്റ്റ് പോലെ പെർസെന്റേജ് അല്ല ഇപ്പോൾ ഉള്ള ഡെപ്റ്റിന്റെ പെർസെന്റേജ്. സോ അങ്ങനെ കുറച്ച് കേസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് നേരെ എവിടുന്ന് പഠിക്കും, നെക്സ്റ്റ് ക്ലാസ്സിൽ MM വിത്ത് ടാക്സും വിത്തൗട്ട് ടാക്സിൽ അത് പറഞ്ഞുതരാം. സോ ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവറിൽ അത് പറയാം. അല്ല, ഫസ്റ്റ് ഞാൻ ലിവറേജ് ഡിസ്കസ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഹാഫ് ആൻ അവർ അത് പറയാം. പിന്നെ ഇവിടെ ടാക്സസ് ആർ നോട്ട് കൺസിഡർഡ്. സോ ദിസ് ഇസ് അനദർ ഇമ്പോർട്ടന്റ് പോയിന്റ്, ടാക്സസ് ആർ നോട്ട് കൺസിഡർഡ്. ഇപ്പൊ ചിലപ്പോ എക്സാമിന് ഇവര് നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറയുമ്പോൾ ടാക്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ പിന്നീട് അവർ കൊണ്ടുവരുമ്പോൾ നെറ്റ് ഇൻകം അപ്രോച്ചിൽ എന്ത് ചെയ്തു, ആ ടാക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, ടാക്സ് തന്നിട്ടുണ്ടെങ്കിൽ ടേക്ക് ടാക്സ് എടുത്തിട്ട് എന്ത് ചെയ്യാം, നെറ്റ് ഇൻകം എടുത്താൽ മതി. ഓക്കെ, സോ നെറ്റ് ഇൻകം എന്താ, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്താന്ന് പറയാം. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറഞ്ഞാൽ EBIT അല്ലെ. EBIT ഇൻട്രസ്റ്റ് വെച്ചാൽ EBT കിട്ടൂലേ, ഏർണിങ്സ് ബിഫോർ ടാക്സ് കിട്ടി. ഈ ഏർണിങ്സ് ബിഫോർ ടാക്സ് നിങ്ങൾ ടാക്സ് ഉണ്ടെങ്കിൽ ടാക്സ് കുറക്കും, ടാക്സ് ഇല്ലെങ്കിൽ അത് തന്നെയല്ലേ ഈ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. പ്രിഫറൻസ് ഡിവിഡന്റ് ഇല്ലാത്തതുകൊണ്ട് അത് തന്നെയല്ലേ EAS.
സോ ശരിക്കും പറഞ്ഞാൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിന് നോക്ക്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഇസ് EBIT. EBIT ഇഫ് യു ആർ റെഡ്യൂസിങ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് നേരെ കിട്ടുന്നത് എന്താ? നെറ്റ് ഇൻകം ആണ്. ഇങ്ങനെ പഠിച്ചാൽ മതി. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിന് ഇൻട്രസ്റ്റ് കുറക്കുന്നു. ശരിക്കും EBIT ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ EBT കിട്ടണ്ടേ? യെസ്. ഇവിടെ ടാക്സ് ഇല്ലെങ്കിലോ അത് തന്നെയാണ് EAT. പ്രിഫറൻസ് ഇല്ലെങ്കിൽ അത് തന്നെയാണ് EISH. ക്ലിയർ അല്ലേ? സോ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം മീൻസ് വാട്ട്? EBIT. നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ചിലപ്പോ ഇവിടെ എനി ക്വസ്റ്റ്യനിൽ ഇവർ ടാക്സ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കാണാം? ഏർണിങ്സ് ഓഫ് അല്ലെ, ഇവിടെ ഇപ്പൊ ഓപ്പറേറ്റിംഗ് ഇൻകം മൈനസ് ഇൻട്രസ്റ്റ് അടിച്ചിട്ട് EBT കിട്ടിയില്ല. EBT കിട്ടിയിട്ട് ടാക്സ് എന്താക്കുക? ടാക്സ് എടുക്കുക. ടാക്സ് കഴിഞ്ഞിട്ടായിരിക്കും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുക എന്ന രീതിയിൽ ചെയ്തു പോയാൽ മതി. ഓക്കെ, അതിനനുസരിച്ച് ആൻസർ പ്രിപ്പയർ ചെയ്ത് പോയാൽ മതി. ഓക്കെ അല്ലേ? ഡൗട്ട് വരില്ല. ഏതോ ഒരു ക്വസ്റ്റൻ കണ്ടിട്ടുണ്ട്. കാരണം അപ്പൊ എന്നോട് സ്റ്റുഡൻസ് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ടാക്സ് ഇല്ലാന്ന് അസംഷൻ പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ടാക്സ് എടുക്കുന്നത്? സോ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ടാക്സ് ഇല്ല അസംഷൻ ആണെങ്കിലും നിങ്ങൾ നെറ്റ് ഇൻകം അപ്രോച്ചിൽ വരുമ്പോൾ ടാക്സിന്റെ പെർസെന്റേജ് തന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്തിട്ട് ചെയ്യുന്നു കേട്ടോ. എന്നിട്ട് അവിടത്തെ കൊടുത്താൽ മതി അസ്യൂമിംഗ് ടാക്സ് ഇസ് ദേർ. ഓക്കെ, സോ വി ക്യാൻ ഓൾട്ടർനേറ്റീവ്ലി വേണമെങ്കിൽ ടാക്സ് ഇല്ല എന്നുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈം കിട്ടുവാണെങ്കിൽ അത് വരും. പിന്നെ ഡിവിഡൻഡ് പേ ഔട്ട് ഇസ് 100%. പിന്നെ ഫേംസ് ടോട്ടൽ ഫിനാൻസിങ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് ടോട്ടൽ ആയിട്ട് നിങ്ങൾക്ക് 10 ലക്ഷം ആണെങ്കിൽ ആ 10 ലക്ഷം അതുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പൊ 10 ലക്ഷമാണ് ടോട്ടൽ ക്യാപിറ്റൽ ആവശ്യം. ഓക്കെ, അപ്പൊ എനിക്ക് ഡെപ്റ്റ് കൂട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം? 1 ലക്ഷത്തിന്റെ ഡെപ്റ്റ് കൂട്ടണമെങ്കിൽ ബാക്കി 1 ലക്ഷത്തിന്റെ ഇക്വിറ്റി എന്താക്കണം? സെൽ ഓഫ് ചെയ്തേ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ പോയിന്റ്? ഓക്കെ, സോ നിങ്ങൾക്ക് 10 ലക്ഷത്തിന്റെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം ക്യാപിറ്റൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷത്തിന്റെ ഡെപ്റ്റ് ആണെങ്കിൽ അപ്പൊ മറ്റേത് 9 ലക്ഷം ആക്കിയേ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ബിസിനസ് റിസ്ക് ഇസ് കോൺസ്റ്റന്റ് ഓവർ ടൈം. സോ ബിസിനസ് റിസ്ക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? യെസ്, നമുക്ക് കിട്ടുന്ന EBIT നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഒക്കെ സെയിം ആയതല്ല, ഓപ്പറേറ്റിംഗ് ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇല്ലേ, അതൊക്കെ സെയിം ആയതുകൊണ്ട് തന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം EBIT വിൽ ബി സെയിം. ഓക്കെ, ഫേം ഹാസ് പെർപെച്വൽ ലൈഫ്. ഓക്കെ, ഗോ ഫോർ എവർ എന്ന അസംഷനിലാണ്. സോ അതില് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള നെറ്റ് ഇൻകം അപ്രോച്ച് നോക്കാം. സോ ഇവിടെ 2 പോയിന്റ്, നെറ്റ് ഇൻകം അപ്രോച്ച് ആദ്യം പഠിക്കാം, പിന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം പഠിക്കാം. ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് എന്ത്? ട്രഡീഷണൽ അപ്രോച്ച്. അപ്പൊ 2 പഠിച്ചു കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ അല്ലേ? സോ ഇന്നത്തെ ടോപ്പിക് അവിടെ തരും. സോ നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മക്കളെ നോക്കുക, നെറ്റ് ഇൻകം അപ്രോച്ചില് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോ കോൺസ്റ്റന്റ് ആയിട്ട് ഇവർ ഒരു KD തരും, KE തരും. എന്താണ്? KE ആൻഡ് KD ആർ കോൺസ്റ്റന്റ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ടു റിമെമ്പർ ഇസ് KEയും KDയും കോൺസ്റ്റന്റ് ആണ്. അതായത് നിങ്ങൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ എക്സ്പെക്ടേഷനും കോസ്റ്റ് ഓഫ് ഡെപ്റ്റും സെയിം ആയിട്ട് പോവാണ്. അതായത് സെയിം അല്ല, കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാ. അതായത് KE is equal to, let's take KE is equal to 20% and KD is equal to 10%. ഓക്കെ, അപ്പൊ നോക്ക്, നിങ്ങൾ ഡെപ്റ്റ് കൂട്ടുമ്പോ ഫസ്റ്റ് ലോജിക് പറഞ്ഞില്ല, ഡെപ്റ്റ് കൂട്ടുമ്പോ നാച്ചുറലി എന്ത് സംഭവിക്കും? അല്ലെ, ഡെപ്റ്റ് കൂട്ടുമ്പോ നാച്ചുറലി പെർസെന്റേജ് ഓഫ് ഡെപ്റ്റ് കൂട്ടാണ്. ഓക്കെ, ഇത് കുറയൂലേ? പെർസെന്റേജ് ഓഫ് ഇക്വിറ്റി കുറയും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 10%ന്റെ സാധനം പിന്നെയും കൂടിക്കൊണ്ട് പോവാം. ഓക്കെ അല്ലെ? യെസ്. നോക്ക്, നിങ്ങളിപ്പോ കംപ്ലീറ്റ് 100% ഇക്വിറ്റി ഉള്ള കേസ് ആണെങ്കിലോ, 100% ഇക്വിറ്റി ആണെങ്കിൽ 100% ഇക്വിറ്റി ആണെങ്കിൽ ഓക്കെ, 100% ഇക്വിറ്റി ആണെങ്കിൽ അവിടെയുള്ള KO എത്രയായിരിക്കും? കോസ്റ്റ് ഓഫ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ബി 20 അല്ലെ? കാരണം എന്താണോ KE അത് തന്നെയല്ലേ കോസ്റ്റ് ഓഫ് ദ മൊത്തം ക്യാപിറ്റൽ വരിക. പക്ഷെ നേരെ മറിച്ചിട്ട് 90% ഇക്വിറ്റി, നിങ്ങൾ 90% മാത്രം ഇക്വിറ്റി ഉള്ളൂ എന്ന് വിചാരിക്കും. ഇക്വിറ്റി 90% ആണെങ്കിൽ സംഭവിക്കുന്നത് എന്താ? നിങ്ങൾ 90% ഓഫ് 20, ഓക്കെ, 18 വരുള്ളൂ, പ്ലസ് ബാക്കി 10% ഓഫ് 10 എന്ന് പറയുമ്പോൾ 1. സോ അതിന്റെ ആൻസർ 19 വരുള്ളൂ. സോ നാച്ചുറലി എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ പിന്നെയും ഡെപ്റ്റ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ 10%ന്റെ കണ്ടന്റ് പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? യെസ്. അപ്പോ ഇതിപ്പോ 50% ആണെങ്കിലോ, 50% ആണെങ്കിൽ സംഭവിക്കുന്നത് 50% ഇക്വിറ്റി ആണെങ്കിൽ ഓക്കെ, നമുക്ക് 50% 20 എന്ന് പറയുമ്പോൾ ഏകദേശം 10 എത്തിയുള്ളൂ. ആൻഡ് ബാക്കിയുള്ള 50%-ന് 10% ആണെങ്കിൽ ഇത് 5 എത്തിയുള്ളൂ. സോ അങ്ങനെ നോക്കുമ്പോൾ ആൻസർ വരുന്നത് 15% ആണ്. ഓക്കെ, സോ നിങ്ങൾ വെയിറ്റേജ് ഓഫ് ഡെപ്റ്റ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, ഓക്കെ, നിങ്ങൾ കുറച്ചും കൂടി ഡെപ്റ്റ് കൂട്ടുമ്പോൾ, അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇഫ് ദർ ഈസ് എൻ ഇൻക്രീസ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെ, വെയിറ്റ് ഓഫ് ഡെപ്റ്റ് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി KO കുറഞ്ഞു വരും. ഓവറോൾ കോസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യും. അതാണ് പോയിന്റ്. ക്ലിയർ അല്ലേ?
മനസ്സിലായോ? യെസ്. സോ എന്തായാലും മാർക്കറ്റ് ഇൻക്രീസ് ചെയ്യുമെന്നല്ലേ പറഞ്ഞേ? ഇൻക്രീസ് ചെയ്യും അല്ലെ? യെസ്. സോ ഇത് റെലവന്റ് അപ്രോച്ച് ആണോ ഇറെലവന്റ് അപ്രോച്ച് ആണോ? എന്തായാലും ഇൻക്രീസ് ചെയ്യൂലേ, അഫക്ട് ചെയ്യൂലേ? യെസ്. സോ ഇറ്റ്സ് റെലവന്റ് അപ്രോച്ച്. ക്ലിയർ അല്ലേ? പോയിന്റ് മനസ്സിലായോ? എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? ക്ലിയർ അല്ലേ? നെറ്റ് ഇൻകം അപ്രോച്ച് ഓക്കെ അല്ലേ? യെസ്. ഇനി അതിന്റെ ഇക്വേഷൻസ്, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ ഒരുമിച്ച് തന്നെ പറയാം, കാരണം രണ്ടിനും സെയിം ഇക്വേഷൻസ് ആണ്, ഓർഡർ മാത്രമേ മാറ്റുള്ളൂ. ഓക്കെ. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിന്റെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ലോജിക്ക, അതായത് നിങ്ങൾ കുറച്ച് ഡെപ്റ്റ് കൂട്ടി എന്ന് വിചാരിച്ചു. കുറച്ച് ഡെപ്റ്റ് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓക്കെ പിന്നെയും ഡെപ്റ്റ് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണോ? സോ ഡെപ്റ്റ് കൂട്ടുമ്പോൾ ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു റിസ്ക് ഫേസ് ചെയ്യും അല്ലെ? അവർക്കൊരു പേടിയുണ്ട്, കാരണം അവർക്ക് കിട്ടാനുള്ള ഏർണിങ്സ് ഒക്കെ കുറച്ച് കുറച്ച് ആർക്ക് കൊടുക്കാണ്? ഇൻട്രസ്റ്റ്, കടം കുറേ വാങ്ങിച്ചിട്ടുണ്ട്, സോ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കണ്ടേ? അപ്പൊ ഇവരുടെ പേടി കൂടും. സോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കുറച്ചും കൂടി പേടി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദെയർ റിസ്ക് ഈസ് ഇൻക്രീസിങ്, ദെയർ റിട്ടേൺ ഓൾസോ എക്സ്പെക്ടേഷൻ ഓൾസോ ഇൻക്രീസ്. സോ കെ കൂടും. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു വെയിറ്റേജ് ഓഫ് ഡെപ്റ്റ് കൂടി. വെയിറ്റേജ് ഓഫ് ഡെപ്റ്റ് കൂടുമ്പോ കെഒ കുറഞ്ഞു കുറഞ്ഞു വന്ന കേസാണ് നേരത്തെ നെറ്റ് ഇൻകം അപ്രോച്ചിൽ പറഞ്ഞത്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ പറയുന്നത് നിങ്ങൾ ഇത് കൂട്ടിക്കോ, എന്താ ഡെപ്റ്റ് കൂട്ടിക്കോളൂ. സോ ഡെപ്റ്റ് കൂട്ടുമ്പോ ഓട്ടോമാറ്റിക്കലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് റിസ്ക് ഫേസ് ചെയ്യും അല്ലെ? സോ റിസ്ക് കൂടുമ്പോ ദെയർ എക്സ്പെക്ടേഷൻ വിൽ ഇൻക്രീസ്. സോ കെ കൂടും. സോ എന്താണോ ഇപ്പുറത്ത് നിങ്ങൾ വെയിറ്റേജ് ഓഫ് ഡെപ്റ്റ് കാരണം കുറവ് വരുന്നില്ലേ? മനസ്സിലായോ? സോ ഇവിടെ ഒരു കുറവ് വരുന്നില്ല. നേരത്തെ നമ്മൾ എടുത്ത എക്സാമ്പിളില് 20 ഉള്ളത് 19, 18, 15 വന്നു. ആ കുറവിനെ എന്ത് വെച്ച് കവർ ആവും? യെസ്, ഇൻക്രീസ് ഇൻ കെ വെച്ച് കവർ ആവും. മനസ്സിലായോ? സോ ദാറ്റ് ദ ഓവറോൾ കോസ്റ്റ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. സെറ്റ് അല്ലേ? പോയിന്റ് മനസ്സിലായടാ? യെസ്. അപ്പൊ ഇത് മനസ്സിലായി. നമ്മള് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇതാ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നോക്ക്, രണ്ടെണ്ണം ആ പറഞ്ഞ, ഒന്ന് നെറ്റ് ഇൻകം അപ്രോച്ച്, അതേപോലെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. ഓക്കെ. സോ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കെ ഇ ഇസ് ദിസ് വൺ, അതേപോലെ കെ ഡി ഇസ് ദിസ് വൺ. അപ്പൊ നിങ്ങൾ പറയാണ് കുറച്ചും കൂടി നിങ്ങൾ ഫിനാൻഷ്യൽ ലിവറേജ് കൂട്ടുകയാണെന്ന് വിചാരിച്ചു. ആസ് നിങ്ങൾ ഡെപ്റ്റ് കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ കെ ഒ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു. ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ കെ ഒ ആൻഡ് കെ ഡി വിൽ ബി സോറി കെ ഒ ആൻഡ് കെ ഇ വിൽ ബി സെയിം അല്ലെ? ആകെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് തന്നെ ആയിരിക്കുമല്ലോ കോസ്റ്റ്. സോ ദ കെ ഒ വിൽ ബി സെയിം. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി ഡെപ്റ്റ് കൂട്ടി കൂട്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഇങ്ങനെ കുറഞ്ഞു 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 വരും. ഓക്കെ. ടച്ച് ചെയ്യൂല, കാരണം എന്താ? യെസ്, കംപ്ലീറ്റ്ലി ഡെപ്റ്റ് ആകൂല, കുറച്ചെങ്കിലും ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. സോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഓക്കെ. ക്ലിയർ അല്ലേ? യെസ്. ഇനി നേരെ മറിച്ച് വെൻ ഇറ്റ് കംസ് ടു നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാ കെ ഒ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഓക്കെ. കെ ഡി ഓൾസോ കോൺസ്റ്റന്റ് ആണ്, പക്ഷെ കെ ഇ ആണ് മാറുന്നത്. സോ പോയിന്റ് ഇസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കെയും കെ ഒക്കെ സെയിം ആണ്, പക്ഷെ ആസ് ഡെപ്റ്റ് ഇൻക്രീസസ് ഡെപ്റ്റിന്റെ ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഡെപ്റ്റ് കൂടുന്നതാണ്. ഡെപ്റ്റിന്റെ കണ്ടന്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. സോ ഈ താഴെയുള്ള പോയിന്റിൽ നിങ്ങൾ ഗ്രാഫ് വരക്കുവാണെങ്കിൽ ഇവിടെ താഴെ എന്താന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, ഇത് കോസ്റ്റും ഇത് ഫിനാൻഷ്യൽ ലിവറേജും ആണ് കേട്ടോ. സോ ഫിനാൻഷ്യൽ ലിവറേജ് ഇവിടെ കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഡെപ്റ്റിന്റെ കണ്ടന്റ് കൂടുന്നതിനനുസരിച്ചിട്ട് വാട്ട് ഹാപ്പൻസ്, ഡെപ്റ്റിന്റെ പെർസെന്റേജ് ഒന്നും കൂടിയിട്ടില്ല, പക്ഷെ കെ ഒ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ വേണ്ടി ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വിൽ എക്സ്പെക്ട് മോർ. സോ എന്തായാലും അല്ലെ, കെ ഡി കോൺസ്റ്റന്റ് ആണ്. സോ കെ ഡി കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾ എത്രത്തോളം ഡെപ്റ്റ് കൂട്ടുന്നു അപ്പൊ റിസ്ക് കൂടി, റിസ്ക് കൂടുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വിൽ എക്സ്പെക്ട് മോർ അല്ലെ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുമ്പോൾ കെ ഓൾസോ കെ ഇൻക്രീസ്. സോ ഈ ഒരു ഫിനാൻഷ്യൽ ലിവറേജ്, ആ വെയിറ്റേജ് ഓഫ് ഡെപ്റ്റിൽ വരുന്ന കുറവിനെ കെ അഡ്ജസ്റ്റ് ചെയ്യും. അതായത് നമുക്കറിയാം എന്താ, നമ്മൾ വാക്ക് കണ്ടുപിടിക്കണം. സോ ഇഫ് യു ഹാവ് ടു ഫൈൻഡ് വാക്ക്, നമ്മൾ വെയിറ്റ് ഓഫ് ഡെപ്റ്റ് ഇൻറ്റു കെ ഡി പ്ലസ് വെയിറ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു കെ ഇ ഇങ്ങനെയാ എടുക്കുന്നത് അല്ലെ? യെസ്. ഇപ്പൊ നോക്ക്, നമ്മൾ നെറ്റ് ഇൻകം അപ്രോച്ചിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് രണ്ടും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഓക്കെ. സോ ഇത് നിങ്ങൾ 10% ആണെങ്കിലും ഇത് 20% ആണ് എന്ന് വിചാരിക്കാം. സോ നിങ്ങൾ ഈ വാല്യൂ കുറച്ചിട്ട് ഇത് കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഓവറോൾ വാല്യൂ എന്താവും? കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം 10%ന്റെ കണ്ടന്റ് പിന്നെയും പിന്നെയും കൂടാം.
ഓക്കെ. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്തായാലും കുറവ് വന്നില്ലേ അല്ലെ? സോറി, വെയിറ്റ് ഓഫ് ഡെപ്റ്റിൽ എന്ത് വന്നിട്ടുണ്ട്? ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ സൈഡിൽ ഇൻക്രീസ് ഇൻക്രീസ് വന്നിട്ടുണ്ട്, വെയിറ്റ് ഓഫ് ഡെപ്റ്റ് ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് മാറും? കെ ഇ വിൽ ഇൻക്രീസ്. ഓക്കെ. സോ നേരത്തെ പറഞ്ഞു 20% ഉള്ളത് ചിലപ്പോൾ 10% അല്ലെ 19% എത്തുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെയാ നമുക്ക് 19% കിട്ടിയേ? യെസ്, നോക്കുക, നിങ്ങൾ സാധാരണ രീതിയിൽ 20% ഇൻറ്റു 0.9 പ്ലസ് 10% ഇൻറ്റു 0.1 എടുക്കുവാണെങ്കിൽ നമുക്ക് 19% വരുന്നുണ്ട്. സോ ഇതാണ് നെറ്റ് ഇൻകം അപ്രോച്ചിൽ സംഭവിക്കുന്നത്. നിങ്ങൾ വെയിറ്റേജ് ഓഫ് ഡെപ്റ്റ് മെല്ലെ കൂട്ടിയപ്പോൾ ഇത് വന്നു. സോ ഇവിടെ 20% ഇൻറ്റു 0.8 നിങ്ങൾ ഇക്വിറ്റി കുറച്ചു, പക്ഷെ ഡെപ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് 18% എത്തും. സോ ഇതാണ് നെറ്റ് ഇൻകം അപ്രോച്ചിൽ വരുന്നത്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ഇത് 20% ഉണ്ട്, അല്ല സോറി, നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 10% 0.1 കൊണ്ടുവന്നു എന്ന് തന്നെ വിചാരിക്കുക. സ്റ്റാർട്ടിങ്ങിൽ എന്തായിരുന്നു? 20% ആയിരുന്നു. ഇത് നമ്മൾ മാറ്റൂല, ഇത് 20% അവിടെ നിൽക്കും. അപ്പൊ അത് നിർത്തണമെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റേജ് ഓഫ് ഡെപ്റ്റ് കെ എത്രയുണ്ട്? 0.9 ഉണ്ട്. ഓക്കെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സാധനം 20-നേക്കാളും കയറും. ഓക്കെ, മനസ്സിലായോ? സോ ഇവിടെ വരുന്ന ആ ഒരു കുറവിനെ കവർ ചെയ്യാൻ ഈ 20% കുറച്ചുകൂടി കയറും, അതായത് കെ വിൽ ഇൻക്രീസ്. ഓക്കെ. സോ ഓട്ടോമാറ്റിക്കലി ഇത് കെ ഇൻക്രീസ് ആവും. സോ കെ ഇൻക്രീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇതിനെ ബാലൻസ് ചെയ്യും. ഓക്കെ. സോ ഇപ്പൊ തിയറിറ്റിക്കലി ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുമ്പോൾ ഈ ഒരു അപ്രോച്ചിൽ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ് ആർ ഇറലവന്റ്. ഒന്ന് കെ ഒ ആൻഡ് കെ ഡി ആണ് കോൺസ്റ്റന്റ്. നേരത്തെ കെ ഇ ആൻഡ് കെ ഡി ആയിരുന്നു, ഇത് കെ ഒ ആൻഡ് കെ ഡി ആണ് കോൺസ്റ്റന്റ്. അപ്പൊ ഈ ഒരു അപ്രോച്ചിൽ നിങ്ങൾ ഡെപ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെ അത് ചീപ്പർ അല്ലേ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കമ്പാരിറ്റീവ്ലി വരുമ്പോൾ ഡെപ്റ്റ് ചീപ്പർ ആണ്. സോ വിച്ച് ഇസ് അപ്പാരന്റ്ലി ചീപ്പർ. സോ വെൻ യു ആർ ഇൻക്രീസിങ് ദ ഡെപ്റ്റ്, ഓക്കെ, ആ ഒരു ഇൻക്രീസ് കാരണമുള്ള കുറവിനെ അല്ലെ, ഡെപ്റ്റിന്റെ വെയിറ്റേജിലുള്ള ഇൻക്രീസിനെ, അത്രേ ഉള്ളൂ, ഡെപ്റ്റിന്റെ വെയിറ്റേജിലുള്ള ഇൻക്രീസിനെ എന്ത് കെ ഇയിൽ വരുന്ന ഇൻക്രീസ് കൊണ്ട് എന്ത് ചെയ്യും? ഓഫ്സെറ്റ് ചെയ്യുന്ന. ഓക്കെ. സോ ദാറ്റ് ദ കെ ഒ വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. സോ എന്തുകൊണ്ടാണ് കെ ഇ കൂടുന്നത്? ബിക്കോസ് ഡെപ്റ്റ് കൂടുമ്പോൾ ആൾക്കാരുടെ റിസ്ക് കൂടുമ്പോൾ ദേ ആർ ഓൾസോ എക്സ്പെക്ടിങ് മോർ. ഓക്കെ അല്ലെ? സോ ആ ഒരു അപ്രോച്ച് ചെയ്താൽ മതി. സെറ്റ് ആണോ? സോ നെറ്റ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഡൺ. ഓക്കെ. യെസ്. ഇനി ലാസ്റ്റത്തെ ട്രഡീഷണൽ അപ്രോച്ച് വരാം. ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിനും കോമ്പിനേഷൻ ആണ്. ഓക്കെ. സോ നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചാൽ മതി. ഇത് ഞാൻ എഴുതിയത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കോമ്പിനേഷൻ. അങ്ങനെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതില്ല. സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കുറച്ച് ഡെപ്റ്റ് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി? കെ ഒ കുറഞ്ഞു വന്നു. ഓക്കെ അല്ലെ? കുറച്ച് ഡെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ നെറ്റ് ഇൻകം അപ്രോച്ചിൽ സംഭവിക്കുന്ന കാര്യം എന്താ? സോ നിങ്ങൾ കുറച്ച് തുടങ്ങി, കെ ഇ ഇവിടെ ഉണ്ട്, അതേപോലെ കെ ഡി ഇസ് ദിസ് വൺ. അപ്പൊ നിങ്ങൾ കുറച്ച് ഡെപ്റ്റ് കൂട്ടിയപ്പോ മെല്ലെ എന്തായി? ചെറിയ ചെറിയ ഡെപ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പേടിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോ കെ ഒ മെല്ലെ 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 കുറഞ്ഞു വന്നു. പക്ഷെ ഒരു ടൈം എത്തിയപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേടി തുടങ്ങി. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പേടി തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് പോലെ വരും. അപ്പൊ അവർ കെ ഇ ഇത് സ്ട്രേറ്റ് കോൺസ്റ്റന്റ് എക്സ്പെക്ട് ചെയ്തെടുന്ന് ദേ വിൽ സ്റ്റാർട്ട് എക്സ്പെക്ടിങ് ലിറ്റിൽ മോർ അല്ലെ? സോ കെ ഡി കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു എന്താ കെ ഡി കോൺസ്റ്റന്റ് ആയിട്ടുണ്ട്, കെയിൽ ആ ഒരു ഇൻക്രീസിന് എന്ത് ചെയ്യും? ഓഫ്സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് കോൺസ്റ്റന്റ് ആയിട്ട് പോകും കുറച്ച് സമയം കൂടി. ഓക്കെ. അപ്പൊ ആദ്യത്തെ ഫേസിൽ കണ്ടോ ഇത് രണ്ടും കോൺസ്റ്റന്റ് ആയിട്ട് കെ ഒ താഴോട്ട് പോകുന്നുണ്ട്. ഓക്കെ. രണ്ടാമത്തെ ഫേസിൽ ഇത് രണ്ടും സെയിം ആയിട്ട് കെ ഇ മുകളിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ. ഇനി മൂന്നാമത്തെ ഒരു ഫേസ് ഉണ്ട്. മൂന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ഓക്കെ പിന്നെയും കടം വാങ്ങിച്ചുകൊണ്ടേയിരിക്കാം. സോ പിന്നെയും കടം വാങ്ങിക്കുമ്പോൾ ആരും കൂടി പേടിക്കും? ഡെപ്റ്റ് ഹോൾഡേഴ്സും കൂടി പേടിക്കും. സോ നല്ല ഹൈ ഡെപ്റ്റ് വാങ്ങിക്കുമ്പോൾ പിന്നെയും അവരെന്ത് ചെയ്യും? കെ ഡി വിൽ ഇൻക്രീസ്. സോ കെ ഡി ഇൻക്രീസ് ചെയ്യും. പിന്നെ അല്ലെ എന്തായാലും ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകുന്നു, അതിന്റെ കോസ്റ്റും കൂടിക്കൊണ്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പിന്നെ പേടി കയറിക്കൊണ്ട് പോവാം. അപ്പൊ ഇത് കൂടിക്കൊണ്ട് പോകാം. സോ ഇത് രണ്ടും പേരും എന്തായാലും എന്ത് കൂടും? കെ ഓൾസോ വിൽ ഇൻക്രീസ്. സോ അതാണ് ട്രഡീഷണൽ അപ്രോച്ച്. പോയിന്റ് ക്ലിയർ ആണ്? ട്രഡീഷണൽ അപ്രോച്ച് മനസ്സിലായില്ലേ? രണ്ടിനും കൂടിയുള്ള കോമ്പിനേഷൻ ആണ് ഇത്. ഓൾസോ അപ്പൊ ചേഞ്ച് വരുന്നുണ്ട് അല്ലെ? നോക്ക്, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്ന ചേഞ്ചസ് വിൽ അഫക്ട് കെ ഒ. കെ ഒ അഫക്ട് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താ അഫക്ട് ആവും?
വാല്യൂ ഓഫ് ദ ഫേം എഫക്റ്റ് ചെയ്യും. സോ ഇറ്റ്സ് ഓൾസോ എ റെലവെന്റ് അപ്രോച്ച്. അപ്പൊ നമ്മൾ പഠിച്ചത് നോക്ക്, നെറ്റ് ഇൻകം അപ്രോച്ചും ട്രഡീഷണൽ അപ്രോച്ചും റെലവെന്റ് ആണ്. നടുക്ക് പഠിച്ച നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ആണ് എന്ത് ഇറലവന്റ് തിയറി. ഇനി ഇതിൽ പഠിക്കാനുള്ള രണ്ട് ഇക്വേഷൻസ് നോക്കാം. ദാറ്റ്സ് ഓൾ. അത് കഴിഞ്ഞ ടോപ്പിക് കഴിഞ്ഞു. ഓക്കെ, എന്താ മക്കളെന്ന് വെച്ചാൽ ഇപ്പൊ നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് നെറ്റ് ഇൻകം. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകമിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ സംഭവം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ അവരെന്താ അറിയോ, നെറ്റ് ഇൻകം അപ്രോച്ച് ആണല്ലോ. അപ്പൊ ഓട്ടോമാറ്റിക് കെ ഇ ആൻഡ് കെ ഡി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് വൈ ഇറ്റ് വിൽ ബി ഗിവൺ. ഓക്കെ, കെ ഇ ആൻഡ് കെ ഡി വിൽ ബി കോൺസ്റ്റന്റ്, അത് തന്നിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഓപ്പറേറ്റിംഗ് ഇൻകം, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറഞ്ഞാൽ EBIT തന്നിട്ടുണ്ടാവും. സോ EBIT അറിയാം. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് അറിയാമെങ്കിൽ ഓട്ടോമാറ്റിക്കലി യു ക്യാൻ ഫൈൻഡ് ഔട്ട് നെറ്റ് ഇൻകം. സോ ഇതും കിട്ടും. സോ യു നോ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. അങ്ങനെ തന്നെ നമുക്ക് എത്രയാ ഡെപ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാം, നെറ്റ് ഇൻകം കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇത്രയും ഇൻഫർമേഷൻ ഉള്ളത്. അപ്പൊ നമ്മൾ വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് നെറ്റ് ഇൻകം. സോ സ്റ്റാർട്ട് വിത്ത് നെറ്റ് ഇൻകം. നെറ്റ് ഇൻകം കൊണ്ട് നമുക്ക് കെ ഇ ഉണ്ട്. സോ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ കെ ഇ വിൽ ഗിവ് യു മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർസ് അല്ലെ, ഇക്വിറ്റി ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ കിട്ടും. ഇനി ഇക്വിറ്റി ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ കിട്ടി, ഡെപ്റ്റ് എത്രയാണെന്ന് അറിയാം, അത് രണ്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം, മൊത്തത്തിൽ ഫേമിന്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് പറയാം. ഓക്കെ, സോ നെക്സ്റ്റ് നിങ്ങൾ EBIT എന്ന് പറയുന്നത് എന്താ, മൊത്തത്തിൽ കിട്ടുന്ന ഏർണിങ്സ് ആണ്. ഡിവൈഡ് ബൈ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കെ കണ്ടുപിടിക്കാം. സെറ്റ് ആണോ? 3 ഇക്വേഷൻ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സോ നെറ്റ് ഇൻകം അപ്രോച്ചിൽ എവിടുന്നാ തുടങ്ങേണ്ടതെന്ന് മനസ്സിലായില്ലേ? സോ ആ ഒരു ലോജിക് നിങ്ങൾക്ക് കിട്ടും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് നെറ്റ് ഇൻകം അപ്രോച്ച് ആണെന്ന് മനസ്സിലായ നിങ്ങൾ സ്റ്റാർട്ട് വിത്ത് നെറ്റ് ഇൻകം അല്ലേ? അത് എങ്ങനെ നെറ്റ് ഇൻകം എന്ന് മനസ്സിലായി? എടാ കെയും കെ ഡിയും കോൺസ്റ്റന്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി നെറ്റ് ഇൻകം ആണ്. അല്ലെങ്കിൽ അവിടുത്തെ റിക്വയർമെന്റ് തന്നെ കെഒ കണ്ടുപിടിക്കും. ഫൈനൽ റിക്വയർമെന്റ് വിൽ ബി കെഒ കണ്ടുപിടിക്കുക. കെഒ അല്ലേ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? സോ നേരെ ഫസ്റ്റ് നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ കെ ഉണ്ടെങ്കിൽ നമുക്ക് എസ് കിട്ടി, എസ് പ്ലസ് ഡി ഉണ്ടെങ്കിൽ വാല്യൂ കിട്ടി, പിന്നെ EBIT ഒരു വാല്യൂ അടിക്കാം. ഓക്കെ, ഇനി നേരെ മറിച്ചിട്ട് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ നമുക്ക് അവിടെ എന്തൊക്കെയായിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് തന്നിട്ടുണ്ടാവുക? സോ കെ ഡി ആൻഡ് കെഒ വിൽ ബി ഗിവൺ അല്ലെ. കെ ഡിയും കെഒവും തന്നിട്ടുണ്ടാവൂലേ? അല്ലടാ, യെസ്. സോ കെ ഡിയും കെഒവും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കണ്ടുപിടിച്ചൂടെ? അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് തന്നിട്ടുണ്ടാവും? EBIT അറിയാം, കെഒ അറിയാം. സോ ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് വാട്ട്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. നേരത്തെ സ്റ്റാർട്ടിങ് വിത്ത് നെറ്റ് ഇൻകം ആണ് അല്ലെ. നെറ്റ് ഇൻകത്തിന് തുടങ്ങിയിട്ടല്ലേ ഞാൻ ഫസ്റ്റ് കണ്ടുപിടിച്ചേ. ഇവിടെ എന്ത് വെച്ച് തുടങ്ങിയാൽ മതി, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ തുടങ്ങുക. സോ EBIT ഡിവൈഡ് ബൈ കെഒ അടിക്കും. ഇത് രണ്ടും തന്നിട്ടുണ്ട്. സോ വാല്യൂ ഓഫ് ദ ഫേം കിട്ടി. ഫേമിന്റെ വാല്യൂ ഡെപ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ഓഫ് ദ ഇക്വിറ്റി കിട്ടി. പിന്നെ നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ ഇക്വിറ്റി അടിച്ച് കഴിഞ്ഞാൽ കെ കിട്ടി. സോ ദ സെയിം സംഭവം തന്നെ, ഇതേ സാധനം തന്നെ ഒരു ഡിഫറെന്റ് രീതിയിൽ അറേഞ്ച് ചെയ്തു എന്നുള്ള ഇക്വേഷൻ. കാരണം നേരത്തെ നമുക്ക് നെറ്റ് ഇൻകത്തിന് തുടങ്ങായിരുന്നു, ഇവിടെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിന് തുടങ്ങാം. സെറ്റ് ആണോ? പോയിന്റ് ക്ലിയർ അല്ല എല്ലാവർക്കും? യെസ്. സോ ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇനി ആകെ നമുക്ക് ബാക്കിയുള്ളത് ഇത് മാത്രമാണ്. ഇത് വിത്ത് ടാക്സ് ആൻഡ് വിത്തൗട്ട് ടാക്സ് ആണല്ലേ. അപ്പൊ ലിവറേജിന്റെ ചാപ്റ്റർ എനിക്ക് ഒരു 45 മിനിറ്റ്സിൽ തീർക്കാൻ പറ്റും. സോ ഇതൊരു ജസ്റ്റ് ഹാഫ് ആൻ അവർ. സോ ഒരു 1.25 മണിക്കൂർ കൊണ്ട് എനിക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ ലിവറേജ് വിത്ത് ദിസ് വൺ എടുത്തേക്കാം. ഓക്കെ, സോ വി ഹാവ് ഫിനിഷ്ഡ് ഓൾമോസ്റ്റ് 3 ചാപ്റ്റേഴ്സ് റിവിഷൻ. ലിവറേജും പിന്നെ റേഷ്യോ ഉള്ളു, അത് പിന്നെ എടുക്കാൻ പറയാറുമില്ല, നോർമലി ഈസി അല്ലേ. അപ്പൊ ടോട്ടൽ 7 ചാപ്റ്ററിൽ 5 ചാപ്റ്റർ അവിടത്തേക്ക് കവർ ആവും, പെട്ടെന്നാവും. പിന്നെ വർക്കിംഗ് ക്യാപിറ്റലും ഇൻവെസ്റ്റ്മെന്റും കുറച്ച് അങ്ങോട്ട് പോയിട്ട് ചെയ്യാം. ഓക്കെ, സോ എനിക്കിപ്പോ ക്ലാസ്സസ് വരുന്നുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് വൈകുന്നേരം ഫുൾ ടയർഡ് ആവുന്നത്. സോ ക്ലാസ് ഇല്ലാത്ത ഒരു ദിവസം നോക്കിയിട്ട് ചെയ്യാം. അപ്പോ ഇന്നത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ശരി.